എല്ലാ സവർണ ഹിന്ദു തീവ്ര വലതുപക്ഷ പ്രൊപ്പഗാൻഡയും ഒരാളിൽ വന്നു ചേർന്നാൽ എങ്ങനെ ഇരിക്കും? മുസ്ലിങ്ങളെ ഇഷ്ടമല്ല, ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല, മഹാത്മാഗാന്ധിയെ ഇഷ്ടമല്ല, ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ പോലും ഇഷ്ടമല്ല. നാണുവാശാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് നായരാണ് ഇദ്ദേഹം. തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ നായർ സവർണ ഷോവനിസം എങ്ങനെ ഇരിക്കുമെന്നുള്ളതാ ഞാനിപ്പോ മഹാനായ ഭാരതകേസരി മന്നത്തുനാവിനെയും ചട്ടമ്പിസ്വാമിയെ അവരൊക്കെ നായർ സമുദായത്തിൽ ജനിച്ച ലോകാരാധ്യര അവരെ വെച്ച് ഇദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 1 മണിക്കൂറോളം സംസാരിച്ചു. വളരെ കോടിയലാണ്. ചിലപ്പം ചൂടാവുന്നുണ്ട്, ചിലപ്പം ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ എല്ലാ പ്രശ്നങ്ങളും ഒരാളിൽ വന്നു ചേർന്നാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ സുഹൃത്തിന്റെ കാര്യം. പക്ഷെ ആ സുഹൃത്തിന്റെ തെറ്റുമല്ല, ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ കള്ളങ്ങളിൽ പെട്ടുപോകുന്ന ആഴത്തിൽ പതിഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കള്ളങ്ങളിൽ പെട്ടുപോകുന്ന നമ്മുടെ പരിശുദ്ധ മക്കയെക്കുറിച്ച് അടക്കം ഒരുപാട് വ്യാജ പ്രചരണങ്ങളിൽ തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഒരുപാട് ഒഫൻസീവായ കാര്യങ്ങൾ കുറേയൊക്കെ കട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വരുന്ന സ്ഥലങ്ങളെല്ലാം കട്ടിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളെ, നായരെയും നമ്പൂതിരിയെയും ബാധിച്ചിരിക്കുന്ന ആ നാഗവല്ലി എന്താണ് എന്ന് ഈ ഒരൊറ്റ ഓഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ നാഗവല്ലിയെ, ആ ബാധ മാറ്റേണ്ട ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ സണ്ണിയാണ് ആകേണ്ടത്. ഓർക്കുക, നാഗവല്ലി വില്ലത്തി അല്ല. നാഗവല്ലിക്ക് ഒരു ബാധ സംഭവിച്ചതാണ്, ഒരു പൊസഷൻ സംഭവിച്ചതാണ്. സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കൂടുതൽ. ഞാൻ അദ്ദേഹം സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു മനുഷ്യന് തെറ്റിദ്ധാരണകളുടെ പരകോടിയും പരമകാഷ്ടയും എന്ന് പറയുന്നത് പോലെ എല്ലാ തെറ്റിദ്ധാരണകളും, മുസ്ലിം വിരോധം, ക്രിസ്ത്യൻ വിരോധം, പിന്നോക്ക ഈഴവ വിരോധം, ഗാന്ധിയ വിരോധം, അങ്ങനെ ബാക്കിയുള്ള എല്ലാവരോടുമുള്ള വിരോധം ഒരുമിച്ച് ചേർന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെ സ്നേഹത്തിന്റെ ഭാഷയിലും ബഹുമാനത്തിന്റെ ഭാഷയിലും ആദരവോടുകൂടി അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകള് മാറ്റാൻ നോക്കുക. പറയണം, ഈ അയ്യപ്പ സംഗമം ഈ കമ്മ്യൂണിസ്റ്റുകാര് ഇലക്ഷന് മുമ്പ് വയ്ക്കുന്നത് വോട്ട് നോക്കാൻ വേണ്ടി മാത്രമല്ലേ? എത്ര പേരെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയൻ കരയിപ്പിച്ചു? എത്ര പേര്? ഹിന്ദു വോട്ട് ബാങ്കിന്റെ കൂടെ താല്പര്യങ്ങളുണ്ട്, സംശയമില്ല. അതെ. അപ്പൊ നിങ്ങൾ ഇന്നിപ്പോ പറഞ്ഞു കേട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ, ഞാൻ എന്നിട്ട് ഒരുപാട് ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റുകൾ കാണുന്ന കണ്ടു. നിങ്ങളെ ഭയങ്കര അടിച്ചിട്ട് വിളിച്ചോണ്ട് ആൾക്കാർ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന് NSS SNDP അടക്കം പോകുന്നില്ലേ? NSS, അതാണ് പറഞ്ഞ NSS എന്ന് പറയാം. ഞാനൊരു നായരാ. ഞാൻ ഏറ്റവും എന്താ കാരണം, ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിന്റെ നാശം എന്ന് പറയുന്നത്, കേരളത്തിന്റെ അല്ല, പൊതുവെ ലോകത്തിന്റെ നാശം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. മുഴുവൻ കണ്ട ആളാണ്, ബാൻഡുമായിട്ട് പ്രകാരമായിട്ടൊക്കെ പോയിട്ട് ലോകത്തിന്റെ നാശം കണ്ട്. ലോകത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, എക്സെപ്റ്റ് ബംഗ്ലാദേശ്. അല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ വെനിസുലയിൽ പോയിട്ടുണ്ട്, ഞാൻ യൂഗോസ്ലാവിയയിൽ പോയിട്ടുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണല്ലോ. അവിടുത്തെ സാഹചര്യം, ഈവൻ റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ ഉള്ള സമയത്ത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് കഴിഞ്ഞ് വിട്ടിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിലൊക്കെ പോയിട്ടുണ്ടാവും, മോസ്കോ, അവിടെയൊക്കെ. ഇവിടെയൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാശത്തിന്റെ ഒരു അവസ്ഥയിലെത്തും ഈ കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഒരു ഭാഗമാണ് കേരളം. കേരളം എന്ന് പറയുന്നത്, ഞാനൊരു മലയാളിയാണ്, ഈ മലയാളികൾ തന്നെയാണ് ഈ നാശം ഉണ്ടാക്കുന്നത്. അവരെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ഇവനെയൊക്കെ. അപ്പോ ഇയാള് ഒരു അമ്മിണി അല്ലെങ്കിൽ ഒരു 2-3 താറാവ് വേച്ചുകളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ കൊണ്ട് കയറ്റിയപ്പോ തന്നെ എത്ര സ്ത്രീകൾ, ഞാൻ ഭയങ്കര ഒരു അയ്യപ്പ ഭക്തനാണ്. ഈ രാജകുടുംബത്തിലെ വർമ്മ സാർ എന്ന് പറയുന്ന KCB അപ്പോ ഈ ആളുടെ മറ്റേ ഈ വർമ്മ സാറിന്റെ അടുത്ത് ഒക്കെ ഞാൻ പോകാറുണ്ട്. 12 രാജകുടുംബത്തിലും എല്ലാം പോകാറുണ്ട്. ഞാൻ അത്ര അയ്യപ്പനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവിടെയൊക്കെ തന്നെ പോകുന്നത്. അവര് തന്നെ കഥകൾ പറയുന്നതൊന്നും ശരിയല്ല, യഥാർത്ഥത്തിലുള്ള കഥകളൊന്നും അല്ല ഇപ്പോഴത്തെ പുതിയ ഇത്. നിങ്ങളുടെ ആൾക്കാർ തന്നെയാണല്ലോ അവിടുത്തെ തന്ത്രിയും എല്ലാം. അപ്പോൾ കഥകളൊന്നും കറക്റ്റൊന്നും അല്ല, കഥകളൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോട്ടെ. പക്ഷെ ഈ കാക്കമാരെയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ അതിനകത്ത് കൊണ്ട് കുത്തി കയറ്റിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ രാഹുൽ? അവിടെയാണ് ഞാൻ ചോദിച്ചത് സാർ, എന്തറിയാമോ, ഒരു സർക്കാർ എങ്ങനെ അയ്യപ്പ സംഗമത്തിന്, അയ്യപ്പ വികാസത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങാണെന്നിരിക്കട്ടെ NSSന്റെ ഭാരവാഹി, അങ്ങ് എന്ത് പറയും? വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റൂ? പറ്റും.
100% പറയും. പക്ഷെ എന്താ അറിയോ, അത് നമുക്ക് എങ്ങനെ പോസിബിൾ ആണ്? ഇനി അടുത്ത പേരെ പറഞ്ഞുതരാം. ഈ NSS പെരുന്നേല് രാഹുൽ ഈശ്വർ പോയി നോക്ക്, 3 ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ. അതില് 3 ഫോട്ടോയില് NSS പെന്തളം കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ അമ്മാവനാണ്. ആ ഫോട്ടോ ഇരിപ്പുണ്ട്, മങ്ങത്ത് പത്മനാഭന്റെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഈ അമ്മയുടെ അമ്മാവൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ചായ കൊടുത്തുകൊണ്ടിരുന്നിരുന്ന ഒരുത്തരാണ് ഈ സുകുമാരൻ എന്ന് പറയുന്ന ആള്. അയാളാണ് ഇപ്പം അയാളുടെ മോളെ വീണ്ടും ആ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. എനിക്ക് ഈ നായന്മാരോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും വലിയ കള്ളന്മാര് നായന്മാരാണ്, ഞാൻ ഉൾപ്പെടെ. നമ്മൾ അങ്ങനെ നമുക്ക് എന്താ അറിയാമോ, അതിന്റെ റിയലിസ്റ്റിക് സാധനം ഇപ്പൊ NSS, SNDP, മറ്റേ എല്ലാരെയും വിളിച്ചു, എന്നിട്ട് വിളിച്ചിട്ട് ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ്, നമുക്ക് ശബരിമലയുടെ വികാസത്തിന് വരണം, എന്ത് പറഞ്ഞ് വരാൻ പറ്റില്ലെന്ന് പറയും? സൗകര്യമില്ലെന്ന് പറയണം. നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഞങ്ങൾ ഇല്ലെന്ന് പറയണം. എനിക്കടക്കം കമ്മ്യൂണിസ്റ്റുകാരോട് അന്ധമായ ദേഷ്യമൊന്നുമില്ല, ആശയപരമായ വിയോജിപ്പുണ്ട്. അതാണ് കുഴപ്പം, അതാണ് ബേസിക്കലി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയാണല്ലോ കമ്മ്യൂണിസം. ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ എങ്ങനെ അന്തരം കുറയും? ഞാൻ ഇവിടെ ഉള്ളവന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ആഹാരം കിട്ടുന്നത്. ഞാൻ അയാളുടെ ഒപ്പം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങനെ വരുന്നത് എങ്ങനെയാ? ആരെങ്കിലും പൈസ മുടക്കാനുണ്ടെങ്കിലല്ലേ ഉള്ളവെന്നുള്ളതാകത്തുള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പറയാം, അതായത് കമ്മ്യൂണിസ്റ്റുകാരോടെ ഇപ്പം കമ്മ്യൂണിസ്റ്റിനോട് ആശയപരമായി വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടല്ല, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടെ ആശയപരമായ, എനിക്ക് കമ്മ്യൂണിസത്തിനോടാണ് ആശയപരമായ കമ്മ്യൂണിസത്തോട് ആശയപരമായ വിയോജിപ്പുണ്ട്. പക്ഷേ അതുകൊണ്ട് വിരോധം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. തെറ്റാണ് അവര് പറയുന്ന ആശയം എന്ന് പറയുന്നത് തെറ്റാണ്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശുമ്പെന്ന അർത്ഥം. ഇപ്പൊ എനിക്ക് രാഹുലിന് ഒരു 100 രൂപയുണ്ട്, എനിക്ക് 1 രൂപയുള്ളൂ. ഞാൻ രാഹുലിന്റെ ഒപ്പം എത്തണമെങ്കിൽ എനിക്ക് ആ കുശുമ്പുണ്ടെങ്കിലല്ലേ രാഹുലിന്റെ ഒപ്പം. എനിക്ക് 1 രൂപ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ 100 രൂപ ഉള്ളതിന്റെ കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ബേസിക്കലി കുശുമ്പാണ് ഇതിന്റെ തുടക്കം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുശുമ്പാണ്. അപ്പോഴാണ് ഈ ഉള്ളവർ ഇല്ലാത്തവർ അന്തരം വരുന്നത്. എക്സ്ട്രീം റൈറ്റ് വ്യാഖ്യാനമാണ്, അതായത് വളരെ ക്യാപിറ്റലിസ്റ്റിക് വ്യാഖ്യാനമാണ്. ഒരു മിനിറ്റ്, തർക്കിച്ച് രാഹുലിനോട് ജയിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ തർക്കത്തിലില്ല. ഒരു കാര്യം അല്ല, നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡ് പോയിന്റിനനുസരിച്ചല്ലേ നമുക്കൊരു നിലപാടുണ്ടാകുക. അപ്പൊ അങ്ങ് നിൽക്കുന്നത് ഒരു ടോട്ടൽ ക്യാപിറ്റലിസ്റ്റിക് സ്റ്റാൻഡ് പോയിന്റ് ആണ്, അതായത് ക്യാപിറ്റലിസം ആണ് ശരി. ഞാനത് കണ്ടാക്കി കൊല്ലാതിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു സെക്കൻഡ്, അങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആണ് നിൽക്കുന്ന വ്യക്തിയാണ്, അത് അങ്ങയുടെ നിലപാടാണ്, ബഹുമാനിക്കുന്നു. പക്ഷേ ഇപ്പൊ നമ്മുടെ രാജ്യം നിലപാടിന്റെ അല്ല, ഗുണം കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ UAE എന്ന് പറയുന്നത് 100% ഇസ്ലാമിക് കൺട്രി ആയിട്ടുള്ള ഒരു രാജ്യത്ത് അവര് ബാക്കിയുള്ളവരെയും കൂടെ അഫോർഡ് ചെയ്തിട്ട് അവർ ആ ഇസ്ലാമിക് സ്റ്റൈൽ മാറ്റി. അതുകൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് ദുബായിൽ തന്നെ ഉള്ളത്. എന്തുകൊണ്ട് ഞാൻ സൗദിയിൽ പോയിട്ട് ജിദ്ദയിൽ പോകുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഖത്തറിൽ പോകുന്നില്ല? എനിക്ക് അവിടെയൊക്കെ ഓഫർ കിട്ടിയതാ, ഞാൻ പോകത്തില്ല. ഓരോ രാജ്യങ്ങൾക്കും അങ്ങനെ ഓരോ പൊസിഷൻ അല്ലേ? അതേപോലെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നശിച്ചതിന്റെ കാരണത്തിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒന്ന് ഈ കമ്മ്യൂണിസവും ഒന്ന് ഈ പറയുന്ന ഗാന്ധി ഡൈനസ്റ്റിയുമാണ്. ഗാന്ധി ഡൈനസ്റ്റി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഗാന്ധി അല്ല അയാള്, നെഹ്റുവിന്റെ ഫാമിലി എന്ന് പറയുന്നത്. അങ്ങ് പറയുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷെ താങ്കൾ പറയുന്നത് ഒരു ഫാർ റൈറ്റ് പൊസിഷനാണ്, അതായത് വലതുപക്ഷ നിലപാട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അല്ല ഞാൻ പറയുന്നത് അങ്ങനെ വലതുപക്ഷമോ ഇടതുപക്ഷമോ ഒന്നും എനിക്കില്ല. എവിടെ രാജ്യം പുരോഗതി വരണം അതനുസരിച്ച് മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. അവിടെ വലതുപക്ഷം ഇടതുപക്ഷം ഉടനെ രാജ്യത്തെ നമ്മളൊരു സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കണ്ടു കഴിഞ്ഞാൽ അവരെ വലതുപക്ഷമാക്കും, രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നവർ അവരെ ഇടതുപക്ഷമാക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ മൾട്ടി സ്റ്റേറ്റും മൾട്ടി നാഷണൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ആകെ കൂടെ എന്ത് പ്രശ്നം വന്നാലും അതിനെ വിമർശിക്കാനായിട്ടുള്ള ഒരു മനോനിലപാട് ഉള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ഉള്ളത് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ മുകളിലൊരു മലയാളി വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നശിപ്പിച്ച് എന്നെ ഈ രാജ്യത്തുനിന്ന് വിടാമെന്നുള്ളത്. ഭാഗ്യത്തിന് ഞാൻ ഈ സൗണ്ടിന്റെയും ഓഡിയോയുടെ ഒക്കെ ആളായതുകൊണ്ട് എന്റെ മേളിലിരിക്കുന്ന എല്ലാം
വല്ല ഇംഗ്ലീഷുകാരോ വല്ല അമേരിക്കക്കാരോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇതുവരെ മലയാളികളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ട അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള വേറെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കൊക്കെ ഈ മലയാളികൾ ഹെഡായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു, അവന്റെ ജീവിതം തീർന്നു. അല്ല, ഞാൻ ചോദിച്ചത് മലയാളികളുടെ അവസ്ഥ. അങ്ങയുടെ നിലപാടിനെ ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മുടെ എല്ലാ നിലപാടുകളും ഒരു നിലപാട് തറയിൽ നിന്നുണ്ടാകുന്നതല്ലേ. ഇപ്പൊ അങ്ങ് എടുക്കുന്ന നിലപാട് ഒരു സ്ട്രോങ് റൈറ്റ് പൊസിഷനാണ്. താങ്കൾ ഈ സാധനം തന്നെ നമ്മൾ കറക്റ്റ് അത് പറഞ്ഞ് സമ്മതിക്കും. ഈ നിലപാട് തന്നെ നമുക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവാം. അവിടെ ഒരു ഇതേപോലെ പിണറായി വിജയനെ പോലെ ഒരു കള്ളൻ അവിടെ ഭരിക്കുന്നുണ്ട്, സ്റ്റാലിൻ. യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ദൈവങ്ങളോടും ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരുത്തൻ അവിടെ ഭരിക്കുന്നുണ്ട്. എന്റെ അയ്യപ്പനെ പോലെ തന്നെ എനിക്ക് വേറൊരു ഇഷ്ടമുള്ള ഒരാളാണ്. ഇവരാരും നമ്മുടെ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുള്ളിയെ കള്ളൻ വിളിക്കാൻ പറ്റൂ? അല്ലല്ല, അതിന് ഞാൻ പറഞ്ഞുതരാം. ഈ പേരിട്ടിരിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്ന സ്റ്റാലിൻ എന്ന് പറയുന്ന അയാൾ തന്നെ ഒരു സ്റ്റാലിൻ പേരിട്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് എഫക്ട് ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അയ്യപ്പനെ പോലെ തന്നെ ഉള്ള ഒരാളാണ് മുരുകൻ. ഈ മുരുകനെ ഉണ്ടാക്കിയിരിക്കുന്ന ബോഗർ. ഈ ബോഗർ ഉണ്ടാക്കിയിരിക്കുന്ന ആ മറ്റേ നവഭക്ഷണം കൊണ്ടായിട്ട് അത് നശിപ്പിക്കാൻ നോക്കി. അത് കഴിഞ്ഞ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗ്ലോബൽ ഈ അയ്യപ്പ സംഗമം പോലെ മുരുക ഒരെണ്ണം ഇയാളുണ്ടാക്കി. എന്തിന്? ഇയാൾക്ക് മുരുകനോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ മുരുകനെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് കാണിക്കേ. അത് കാണിച്ചിട്ടില്ല ഇതുവരെ. സ്റ്റാലിന്റെ ഭാര്യ എനിക്കറിയാം 10 ലക്ഷം രൂപ കൂടുതൽ വിലയുള്ളൊരു കിരീടമാണ് ഗുരുവായൂരപ്പന് കൊടുത്തത്. അപ്പൊ ഒരു സ്ഥലത്ത് നല്ലത് കാണിക്കും. ഇപ്പൊ ഇതേപോലെ തന്നെ നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ കാർക്കിച്ച് തുപ്പിക്കഴിഞ്ഞിട്ട് ആ ദേവി ക്ഷേത്രത്തിൽ തന്നെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മരിച്ചുപോയ ഒരുത്തനാണ് ഈ MD. ലാസ്റ്റ് മരിക്കാറാകുമ്പോഴത്തേക്കും എല്ലാം കൂടെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജനങ്ങളെ ഒരു ഡൈവേർട്ടാക്കി മാറ്റി. MD ഭയങ്കര കഥാകൃത്താന്ന് പറയുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു കഥ എഴുതിയിട്ടില്ല. മഹാഭാരതത്തിലെയോ ഭാഗവതത്തിലെയോ ഭീഷ്മരെയോ അല്ലെങ്കിൽ ഭീമനെയോ എടുത്ത് നേരെ ഉൾട്ടയാക്കിയിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകൾ എഴുതി വെച്ചിരിക്കുന്ന ആളാണ് ഈ MD. അല്ലാതെ അയാൾ സ്വന്തമായിട്ട് ഒരു കഥ എഴുതിയിട്ടില്ല. രണ്ടാം മൂഴം എന്ന് പറയുന്ന കഥ ഭീമനെ നന്നാക്കി, വടക്കൻ എന്ന് പറയുന്ന കഥ ചന്തുവിനെ നന്നാക്കി, ഈ മഹാബലി എന്ന് പറയുന്ന നാരിയെ ഭയങ്കര ബലിയാക്കി മാറ്റി. മഹാ എന്നൊരു പേരും കൂടി ഇട്ടു. ഗാന്ധിയുടെ ഒക്കെ പറയുന്ന പോലെ മഹാബലി. ബലി എന്ന് പറയുന്ന ഒരു അസുരനും പ്രഹ്ലാദന്റെ പൗത്രനുമാണ്. അതെ, മഹാബലി. നമ്മുടെ കേരളത്തിൽ ആ ഓണക്കഥ തന്നെ തെറ്റാ. ഓണക്കഥ ശരിയാണോ തെറ്റാണോ? എന്താ തെറ്റതില്? ഞാൻ പറഞ്ഞുതരാം. ഡെക്കാൻ പ്രവിശ്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു ബലി എന്ന് പറയുന്ന ഒരാള് അയാൾ അവിടെ ഭയങ്കര മോശമായ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പം വാമനൻ അവതരിച്ചു. വാമനൻ അവതരിക്കുന്നത് തിരുവോണത്തിന്റെ അന്ന്. അതുകൊണ്ട് ഓണത്തിന് തിരുവോണം എന്നൊരു പേര് വരുന്നു. ഈ സംഭവം നടക്കുന്നത് മറ്റേ ഈ ഏതാ പറയുന്നത് നമ്മുടെ ദശാവതാരത്തിലാണെങ്കിൽ ദശാവതാരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഇത് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഈ ദശാവതാരം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ വാമനൻ എന്ന് പറയുന്ന ആളാണ് ബലിയെ ചവിട്ടി താത്തിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ വാമനൻ കഴിഞ്ഞിട്ടാണ് പരശുരാമൻ വരുന്നത്. പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയെന്ന് പറയുന്നു മഴുവെറിഞ്ഞ്. അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങളെ തെറ്റ്. അതായത് പരശുരാമൻ കേരളം ഉണ്ടാക്കിയതല്ല, പരശുരാമൻ മഴുവെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരശുരാമൻ വ്യക്തിവാസ്യോഗ്യമാണ്. ഓക്കെ അതെല്ലാം സമ്മതിച്ചു. അപ്പോ ഈ പറയുന്ന ഹിരണ്യകശിപുവും പ്രഹ്ലാദനും അങ്ങോട്ട് താഴോട്ട് പോകുന്ന എല്ലാവരും തെക്കാൻ പ്രവിശ്യയിലാണ് ഹിസ്റ്ററി പ്രകാരം. കേരളം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അവിടെ കിടക്കട്ടെ. ഇനി എന്തുകൊണ്ട് കേരളത്തിൽ ഈ പറയുന്ന കണക്ക് പിന്നീട് നമ്മൾ ഇതുമായിട്ട് കഥയായിട്ട് നോക്കുമ്പം എന്തുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സർപ്പക്കാവുകൾ വന്നു? അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാഗന്മാരുടെ ആൾക്കാരാണ്. ഈ നാഗന്മാർ എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ നായന്മാർ. എവിടുന്നാണ് അവർ വന്നത്? അത് വന്നത് നേപ്പാളിൽ നിന്നാണ്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മിൻസ് കുടിയേറി ഡെക്കാൻ ആന്ധ്രാപ്രദേശ് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കുടിയേറി പാർത്തിട്ടുള്ള ബ്രാഹ്മിൻസ് ഒറിജിനലി കേരളമല്ല. അപ്പൊ അവരുടെ ഒരു കഥ അവര് മുന്നോട്ട് നിൽക്കൊണ്ട് പോയി പെട്ടെന്ന് ഇതിനെ മഹാബലി എന്നും പറഞ്ഞാക്കിയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് വാമനനല്ല ഇപ്പം കേരളത്തില്, മഹാബലിക്ക. ഞാൻ അതിന്റെ ഒരു ഫാക്ട് പറയട്ടെ, അങ്ങേക്ക് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതായത് ഈ പരശുരാമൻ കൊണ്ടുവന്ന ആദ്യ 2 ബ്രാഹ്മൺ ഫാമിലീസിൽ ഒന്നിലാണ് എന്റെ മുത്തശ്ശനായ കണ്ഠര് മഹേശ്വരി ജനിക്കുന്നത്. താഴമണ്ണും തരണനെല്ലൂരും. അപ്പൊ അതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാലേ ശരിക്കും നമ്മുടെ മഹാബലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നോക്ക ദളിത് വിഭാഗത്തിൽ ജനിച്ച വലിയൊരു രാജാവാണ്. അല്ല ദളിത് എന്ന് പറഞ്ഞാൽ മറാഠിയില് വീണവൻ.
വാക്ക് കളയൂ, ആ എന്തിനാണ് ഒരു വാക്കല്ല. ജാതിയാക്കി പറയുന്നത്? അല്ല, ദളിത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമ്മുടെ ജാതി ഇല്ല. ദളിത് ഇനി അല്ല, ഈ പറയുന്ന ജാതികളൊന്നും ഈ ജാതികളെ പറ്റി പറഞ്ഞുകൊണ്ട് വരില്ലേ. ജാതികളെല്ലാം ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞിട്ടാണ് ജാതികളാവുന്നത്. പെല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്ത് പണിയെടുക്കുന്നവന്ന പൊല എന്ന് പറഞ്ഞ അർത്ഥം. ബ്രിട്ടീഷുകാർ ഇത് വന്നതുകൊണ്ടാണോ, പറയുന്ന അല്ല ഒരു കുറുപ്പ് എന്ന് സെക്കൻഡ്, പറയുന്നത് ഞാൻ ബ്രിട്ടീഷുകാർ കുറുപ്പാണ്. വന്നതുകൊണ്ടാണോ നമ്മുടെ അമ്പലങ്ങളിൽ നൂറ്റാണ്ടുകളോളം ഈ പിന്നോക്കക്കാരെ കയറ്റാത്തത്? എവിടെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രന്റെ ഗാത്ര എന്നാണ്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് ഈ തത്വമൊക്കെ പറയുന്ന നമ്മുടെ അമ്പലങ്ങളിൽ ഈ തതല, ഞാൻ സിമ്പിൾ ചോദ്യമല്ല, സിമ്പിൾ ചോദ്യം. ഞാൻ സിമ്പിൾ ആയിട്ട് ആൻസർ പറഞ്ഞുതരാം. അതിന് ഞാൻ ആൻസർ പറഞ്ഞുതരാം. അമ്പലം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ പോകേണ്ട ഇടമല്ല. ആയിക്കോട്ടെ, അത് രാജാക്കന്മാരുടെ ഖജനാവാ. അതുകൊണ്ടാണ് ഇത്രയും പൊക്കത്തിലും ദേവനില്ലേ? ഖജനാവ് മാത്രമല്ല, നമുക്ക് ദേവനില്ലേ? അതായത് ശബ്ദം നാമജപത്തിനെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ശബ്ദിച്ച് നിങ്ങൾ നാമം ജപിക്കുക, അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല. അവിടെ ഉള്ള എനർജി എല്ലാവർക്കും കിട്ടും. അതൊക്കെ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇന്ന് പ്രത്യേകിച്ച് മഹാത്മാ അയ്യങ്കാളിയുടെ കൂടെ ദിനമാണ്. അതായത് നമ്മുടെ പിന്നോക്കക്കാർക്ക് നമ്മുടെ പൊതുവഴി ഉപയോഗിക്കാൻ കഴിയാത്തൊരു കാലം ഈ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ മഹാന്മാരായ ആൾക്കാർ നവോത്ഥാനം നേടി, നമ്മുടെ മഹാന്മാരായ ആൾക്കാർ നമ്മുടെ തന്നെ, അതായത് സ്വാമി വിവേകാനന്ദനെ എന്തായാലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്, സ്വാമി വിവേകാനന്ദനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ലേ താങ്കൾ? അതെ, തീർച്ചയായിട്ടും. വിവേകാനന്ദൻ നമുക്കൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞത് നമ്മുടെ ജാതീയത കണ്ടിട്ടാണ്. താങ്കളെയും എന്നെയും നോക്കി. അല്ലല്ല, ഇതിനകത്ത് ബ്രാഹ്മണനും പറയുന്ന ഉള്ളാടനും ഒരേ എഫക്ട് തന്നെയാണ്. രണ്ടുപേർക്കും പ്രാന്ത. അതാണ് പറ്റിപ്പോയത്. അല്ല, അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരാണ് മലയാളികൾ. അതായത് ഞാൻ കൃത്യമായി പറയാം, വിവേകാനന്ദൻ നമ്മുടെ നാട്ടിൽ വന്നപ്പോ മലബാർ ഭാഗങ്ങളിലെ നമ്മുടെ ജാതീയത, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെയും താങ്കളുടെയും നമ്പൂതിരിയുടെയും നായരുടെയും ജാതീയത കണ്ട് നമ്മുടെ പിന്നോക്കക്കാരെ അകറ്റി നിർത്തുന്നത് കണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത്, യു മലബാറീസ് ആർ ലുനാറ്റിക്സ് ആൻഡ് യുവർ പ്ലേസ് യു സ്റ്റേ ഇസ് എ ലുനാറ്റിക് അസൈലം. നമ്മുടെ സമൂഹത്തിലെ 12 മുതൽ 15% വരെയാണല്ലോ നായന്മാര്. കേരളത്തിൽ 1-2% ഉള്ളൂ ബ്രാഹ്മണര്. നമ്മുടെ സമൂഹത്തിലെ 22 മുതൽ 25% വരെയുള്ള ഈഴവരെ പോലും നല്ലൊരു ശതമാനം നമ്മുടെ അമ്പലങ്ങളിൽ കയറ്റിയിരുന്നു. നമ്മുടെ ചരിത്രത്തിലെ ആവശ്യമില്ലെന്നേ. ഞാൻ എന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അതിന്റെ ആവശ്യമില്ലാന്നായിരുന്നു ഞാൻ. ഈഴവരെന്ന് പറയുന്നത് ഈളം എന്ന് പറയുന്ന ആൾക്കാരാണ്. അവരെ നമ്മുടെ മലയാളികളായിട്ട് കൂട്ടുക വേണ്ട. അവര് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് ആക്ച്വൽ ഹിസ്റ്ററി പ്രകാരം. മനസ്സിലായി? ഈ പറയുന്ന ഈഴവരാണ് ഇന്ത്യയോട് യാതൊരു താല്പര്യമില്ലാത്ത ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന കൂടുതൽ ജനങ്ങൾ. അവരെ ശ്രീനാരായണ ഗുരുദേവനെ കാട്ടി വലിയൊരു ഹിന്ദു സന്യാസി നമ്മുടെ ചരിത്രത്തിലുണ്ടോ? നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. ചട്ടമ്പിസ്വാമി എങ്ങും വഴി ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ചട്ടമ്പിസ്വാമി സമാധിയാവുന്ന സമയത്ത്, അത് കേട്ടിട്ടുണ്ടോ കഥ രാഹുൽജി എന്ന് എനിക്കറിയത്തില്ല. ചട്ടമ്പിസ്വാമി സമാധിയാവുമ്പോൾ നാണുവാശാനെ ബാ എന്റെ സമാധി കാണാം എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഡോക്ടർ പൽപ്പു ഒക്കെ ഉണ്ട്. അപ്പോ ഈ പറയുന്ന ഈ നാണുവാശാൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞ് എനിക്ക് തിരക്കാണ്, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സമാധിയായി കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോ ഇഷ്ടം പോലെ എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ട് പലതും, ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ സംസ്കൃതത്തിന്റെ പാണ്ഡിത്യത്തിന് അങ്ങ് അറ്റമാണ് നമ്മുടെ. അതെ. അപ്പോ എഴുതി വെച്ചിട്ടുണ്ട് കുറെ. അതിൽ ഒരു ബുക്ക് എന്ന് പറയുന്നത് മനോനാശം എന്നും പറഞ്ഞൊരു ബുക്കാണ്. അതിന്റെ ഒരു കോപ്പി അത് ഒരിടത്ത് കടയിൽ ഒരിടത്തും കിട്ടത്തില്ല. അതിന്റെ ഒരു കോപ്പി എനിക്ക് ഭാഗ്യത്തിന് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമി നിർമ്മലാനന്ദഗിരി എന്ന് പറഞ്ഞിട്ട് പന്മന ആശ്രമത്തിൽ വരുമായിരുന്നു. പാലക്കാട്. അതെ. ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ നിർമ്മലാനന്ദഗിരി എന്ന് പറഞ്ഞു. അപ്പൊ നീ ഇത് വായിക്കടാ കുഞ്ഞെന്നും പറഞ്ഞിട്ട് എനിക്ക് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം അത് വായിച്ചു. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ നാരായണ ഗുരുവിന്റെ പല സാധനങ്ങളും വായിക്കുമ്പോണ്ടല്ലോ പലതും അതിന്ന് വന്നിരിക്കുന്നതാ. ഈ ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യരായിട്ടോ ആയിരിക്കും. അതൊക്കെ ഞാനും രാഹുൽജിയും സഹോദരനാണ്, എല്ലാരും സഹോദരന്മാരാ. പക്ഷേ ചട്ടമ്പിസ്വാമിയുടെ ആ പാണ്ഡിത്യം ഈ പറയുന്ന നാണുവാശാൻ ഇല്ല. ഒന്ന്, ഈ നാണുവാശാന് എനിക്ക് ശ്രീനാരായണ ഗുരുദേവനെയാണ് സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. മഹാത്മാഗാന്ധി എവിടെ കിടക്കുന്നു?
മഹാത്മാഗാന്ധി എന്റെ മഹാത്മാഗാന്ധി നമ്മുടെ പിക്ചറിൽ വരുന്നില്ല, രാഷ്ട്രപിതാവല്ലേ? അതൊന്നും എന്റെ പിക്ചറിൽ വരുന്നില്ല. മഹാത്മാ അത് ആർക്ക് സ്വന്തം വീട്ടിൽ നല്ല പിതാവല്ലാത്ത ആള് രാഷ്ട്രത്തിന്റെ പിതാവ് എങ്ങനെയാവുന്നത്? രാഷ്ട്രം ഇതിനൊക്കെ മുമ്പേ 1947 മുമ്പേ രാഷ്ട്രമുണ്ട്, അതിനൊരു പിതാവൊന്നും ഇല്ല. എവിടെയുണ്ട്? രാഷ്ട്രം കഷണമായിട്ടുണ്ടെങ്കിലും മഹാഭാരതം, അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അഖണ്ഡ ഭാരതം എവിടെയുണ്ട്? എവിടെയുണ്ട്? നമ്മുടെ തിരുവിതാംകൂർ പോലും ഇന്ത്യൻ യൂണിയനിൽ ചേരില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ? എവിടെയാണ് അഖണ്ഡ ഭാരതം? ഒറ്റ മിനിറ്റ്, അങ്ങനെയാണ് ഇപ്പോഴും നമുക്കില്ല. കേരളം ഇത് കേരളമാണ്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നുണ്ട്, ഇന്ത്യൻ പതാകയുണ്ട്, ഇന്ത്യൻ പാസ്പോർട്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് തട്ടിപ്പിന് വേണ്ടി പറയാമെന്നുള്ളതല്ലാതെ ഇനി അത് ഇന്ത്യയുടെ അംഗീകരിക്കുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. സുഭാഷ് ചന്ദ്രബോസ് അല്ലേ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നത്? ആക്ച്വലി സുഭാഷ് ചന്ദ്രബോസാണ് രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ ഒരു വിധത്തെങ്കിലും ഞാൻ അംഗീകരിച്ചല്ല. എന്റെ ഒരു കാര്യം എന്താ അറിയോ? അല്ല, അതിന്റെ ഒരു കാര്യം എന്താ അറിയോ? സുഭാഷ് ചന്ദ്രബോസാണ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന് അഡ്രസ് ചെയ്യുന്നത്. സുഭാഷ് ചന്ദ്രബോസാണ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന് അഡ്രസ് ചെയ്യുന്നത്. രാഹുൽജിയെ രാഷ്ട്രപിതാവെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ കുറെ 100-500 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണമെങ്കിൽ മഹാത്മാഗാന്ധി കാരണമാണ് നമ്മുടെ രാജ്യം ഒന്നായത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരിക്കലുമല്ല. നേവി മ്യൂട്ടണി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. മ്യൂട്ടണി. ഞാനൊരു കാര്യം പറയട്ടെ, യൂണിവേഴ്സിറ്റികളാണ് ജി, ഇതൊക്കെ തീവ്രമായ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളാണ്. നമ്മുടെ മനസ്സിൽ എനിക്കില്ല, ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാറില്ല. വേറൊരു മിനിറ്റ്, സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിട്ടില്ല എന്നുള്ളത് അറിയാമോ? സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിട്ടില്ല എന്നുള്ളതിന് നമ്മുടെ തെളിവൊന്നുമില്ല. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചതിന് നമ്മുടെ തെളിവില്ല. ക്ലീൻ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. ഇനി പലതുണ്ട്. ഞാൻ ഈ ഗുംനാമി ബാബയുടെ സ്ഥലത്ത് നേരിട്ട് പോയിട്ടുണ്ട്. അതായത് ഗുംനാമി ബാബയുടെ ഉത്തർപ്രദേശിലുള്ള സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്. ഗുംനാമി ബാബയുടെ ഞാൻ ഇതൊക്കെ നമ്മൾ തർക്കിച്ച് ഞാനും രാഹുൽജി തർക്കിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് പലരുമായിട്ടൊക്കെ. അതൊന്നും എന്റെ വിഷയം എന്താണ് പറഞ്ഞത്. ഗോഡ്സെയെ കുറിച്ചുള്ള ഗോഡ്സെയോ? ഗോഡ്സെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉടനെ നിങ്ങൾ പറയാൻ ഞാൻ വലതുപക്ഷോ BJP കാരനാ RSS കാരനാന്നൊക്കെ പറയും. അയാൾ RSS അല്ലായിരുന്നു, അയാളൊന്നുമല്ല. എന്നാലും ഈ ഗോഡ്സെ എന്ന് പറയുന്ന ആളെ കൊണ്ട് കൊല്ലിച്ചത് ആരാന്നുള്ളതാണ് എനിക്കിപ്പോ ഞാൻ അതിന്റെ പുറകെ നടക്കുന്നത്. ഈ പറയുന്ന ഒറ്റ ബുള്ളറ്റിൽ പോയിന്റ് ഷോട്ടിലാണ് കൊന്നതെന്ന് പറയുന്നു, തോക്ക് പറയുന്നു, അത് ഇറ്റാലിയൻ തോക്കാന്ന് പറയുന്നു, അത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്കാന്ന് പറയുന്നു. എങ്ങനെ ഗോഡ്സെയുടെ കയ്യിൽ കിട്ടി? ഒരു ക്വസ്റ്റ്യൻ. അടുത്തത്, ഈ ഗോഡ്സെ പോയിന്റ് ബ്ലാങ്കിൽ ഒറ്റ വെടിയിൽ കൊന്നു എന്നാ പറയുന്നത്. പിന്നെ ഇയാളെ പൊക്കിക്കൊണ്ട് പോയി മൂന്നാണെന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു ബുള്ളറ്റ് കിട്ടുന്നത് എവിടുന്നാണെന്നറിയാമോ? അതിൽ ഒരു ബുള്ളറ്റിന്റെ പെല്ലറ്റിന്റെ ബാക്കി ഭാഗം കിട്ടുന്നത് ഇയാളെ ബിർള അവിടെ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോ, തറയിൽ കൊണ്ട് കിടത്തിയപ്പം മുണ്ടിന്നാണ് വീഴുന്നത്. അതെങ്ങനെ വന്നു? എനിക്കറിയാമല്ലോ. വീഴുന്നതായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഗോഡ്സെ രാജ്യസ്നേഹി? ഗോഡ്സെ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിപ്രായം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു രാജ്യസ്നേഹി തന്നെയാണ്. ഇയാൾ കൊന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ പിന്നെയും പാകിസ്ഥാൻ കൊണ്ടുപോയി പിന്നെയും പൈസ കൊടുത്തോണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയണം. ഞാൻ ചോദിച്ചോ? ഒരു കാര്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇയാൾ എന്തിനാണ് 50 കോടിയോ 45 കോടിയോ കൊടുക്കണം സത്യാഗ്രഹം വരുന്നത്? എന്തിനാ സത്യാഗ്രഹം വരുന്നത്? കാരണം പാർട്ടീഷന്റെ ഭാഗമായി 350 കോടി ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വീതിച്ചെടുക്കണമെന്ന കരാറിലാണ് നമ്മുടെ പാർട്ടീഷൻ തുടങ്ങിയത്. അതുകൊണ്ട് ആര് കരാറുണ്ടാക്കി? ഈ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇന്ത്യൻ യൂണിയനും പാകിസ്ഥാനും. ഏത് ബ്രിട്ടീഷുകാരൻ? നമുക്ക് എന്തിനാ സ്വാതന്ത്ര്യം കിട്ടിയത്? നമുക്ക് എന്തിനാ സ്വാതന്ത്ര്യം തന്നത്? ഒരു കരാറ് പോലും രാത്രി ഒപ്പിടുന്ന ഒരു സാഹചര്യം നമ്മുടെ ആൾക്കാർക്കില്ല. രാത്രി ഒരു കാര്യമില്ലല്ലോ. ഇത് മാസങ്ങളോളം നീളുന്ന ഒരു പ്രോസസിന്റെ ഭാഗമായി ഒരു കുടുംബം ഭാഗം അങ്ങനെ എടുത്താൽ മതി. ഒരു കുടുംബം ഭാഗം വെക്കുമ്പോ ആ കുടുംബത്തിന്റെ പാർട്ടീഷൻ അഗ്രിമെന്റ് ഉണ്ടാവില്ലേ? അതേപോലെ ഒരു പാർട്ടീഷൻ അഗ്രിമെന്റിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി മാറുകയും ആ 55 കോടി രൂപ പാകിസ്ഥാന് അർഹതപ്പെട്ടതും പാകിസ്ഥാൻ ഉള്ളതുമാണ്. അങ്ങനെയുള്ള ഇന്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡിലി അവൈലബിൾ ആയ ഒരു ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. 2, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം കാരണമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇതിന്റെ കാര്യം അങ്ങ് നിൽക്കുന്ന നിലപാട് ഞാൻ അങ്ങയുടെ നിലപാട് തറയുടെ ഒരു ശരിയല്ലായ്മ ചൂണ്ടിക്കാണിക്കാൻ അങ്ങേ കൺവിൻസ് ചെയ്യാൻ ഞാൻ ഒരു പോയിന്റ് പറയാം. ഗോഡ്സെ രാജ്യസ്നേഹി ആണെന്നാണല്ലോ പറഞ്ഞത്.
ഒരു ദിവസമെങ്കിലും ഗോഡ്സെ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും ഗോഡ്സെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ട്. ഗാന്ധിജി വർഷങ്ങളോളം ജയിലിലാണ് കിടന്നത്. നെഹ്റു വർഷങ്ങളോളം ജയിലിലാണ് കിടന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ വർഷങ്ങളോളം ജയിലിലാണ് കിടന്നത്. ഉദാഹരണം ഒരാളെ കഷ്ടപ്പെട്ടിട്ട് ജയിലിൽ കിടന്നിട്ടുള്ളൂ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അയാൾ ബ്രിട്ടീഷിൽ പോയി വെറുതെയാണ് ജി, അത് വെറുതെയാണ്. അതൊക്കെ ചുമ്മാ. വീര സവർക്കർ മഹാനാണ്, എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷെ വീര നമ്മൾ ഈ പറയുന്ന താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, താങ്കൾ നിൽക്കുന്ന നിലപാട് തറ മോദിജി പോലും അംഗീകരിക്കാത്ത എക്സ്ട്രീം റൈറ്റ് വിങ് ആണ്. അതായത് മോദിജി ഗോഡ്സെ രാജ്യസ്നേഹിയാന്ന് പറയുന്ന പ്രഗ്യാ സിംഗ് എന്ന് പറയുന്ന തീവ്രവാദ കേസിൽ ഉൾപ്പെട്ട ആ സ്ത്രീയോട് ജീവിതകാലം മുഴുവൻ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ ഗാന്ധി ഭക്തനായ ഒരു പ്രധാനമന്ത്രിയാണ് മോദിജി. നമ്മൾ ഗാന്ധിയെ പോലുള്ള അതെ, അദ്ദേഹത്തിന്റെ നിലപാടാണ് പറയണേ. അദ്ദേഹമാണല്ലോ BJP-യുടെ ഹെഡ്. അങ്ങ് BJP-ക്ക് വോട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. CPM-ന് വോട്ട് ചെയ്യുന്ന ആളാണോ? പറഞ്ഞുകൂടെ? നമുക്ക് സത്യസന്ധമായി ഞാനാ പറയണേ, സത്യസന്ധമായിട്ട് അങ്ങയുടെ രാഷ്ട്രീയ നിലപാട് തീവ്ര വലതുപക്ഷം എന്ന് വിളിക്കുന്ന സ്ട്രോങ് റൈറ്റ് വിങ്, തീവ്രം എന്ന് ഞാൻ വിളിക്കുന്നില്ല, സ്ട്രോങ് റൈറ്റ് വിങ്, കടുപ്പമേറിയ ഒരു റൈറ്റ് വിങ് പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ താങ്കൾ? പിന്നെ ഇടതുപക്ഷക്കാരനാണോ? അല്ല, ഞാൻ യഥാർത്ഥ സനാതനിയാണ്, വേദിക് ഫോളോവറാണ്, ഹിന്ദു അല്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം. താങ്കൾ അമ്പലത്തിൽ പോവാറുണ്ടോ? അമ്പലത്തിൽ വളരെ റെയറായിട്ട് പോകാറുണ്ട്. രണ്ട് അമ്പലത്തിൽ പോകുന്നത്, അമ്പലത്തിൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ അമ്പലത്തിനെ അല്ല വിശ്വസിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റിനെയാണ്. അതായത് അല്ലെങ്കിൽ ദേവതാ പൂജയെ, ഇപ്പൊ ശബരിമലയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ആ ദേവതാ പൂജ ശബരിമല തന്നെ. അല്ല, അങ്ങനെയാണെങ്കിൽ അത് വേദങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഞാൻ ഇനി പെട്ടത് അങ്ങനെയാണല്ലോ കൂടുതൽ സംസാരിച്ചത്. എന്നെ ഒരു 30 സെക്കൻഡ് കേൾക്കണം. ഞാൻ എന്താണ് അതിന്റെ ഫാക്ട് എന്ന് ഈ രംഗത്ത് നിൽക്കുന്ന വർഷങ്ങളായി ഇത് പഠിക്കുന്ന എന്ന് പറയാം. നമ്മൾ 3 or 4 തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ, വേദങ്ങളാണ് ഹിന്ദുയിസത്തിന്റെ തുടക്കം. ഇത് തെറ്റാണ്. ഹിന്ദു മതത്തിൽ നിന്നുണ്ടാകുന്നതാണ് വേദങ്ങൾ. അതായത് വേദങ്ങളെക്കാൾ മുമ്പ് നമ്മുടെ നാട്ടിൽ അല്ല, ഈ സനാതന ധർമ്മം എന്ന് വിളിച്ചാൽ ശരി. അതായത് വേദങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിന് മുമ്പേ നമ്മുടെ ഭാരതത്തിൽ ഒരു സംസ്കാരമുണ്ട്, അതിൽ അമ്പലമുണ്ട്, അതിൽ യോഗമുണ്ട്. വേദത്തിന് മുമ്പ്, വേദങ്ങൾ പിന്നീട് വരുന്നതാണ്. ഇതിനെ പ്രീ വേദികമെന്നോ പ്രാഗ് വേദികമെന്നോ ഒക്കെ പറയുന്നത്. ഉദാഹരണം, യോഗ പോലും വേദങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതാണ് പരമശിവന്റെ സിറ്റിംഗ് പോസ്റ്ററും മറ്റു കാര്യങ്ങളും ഉള്ളത്. 2, വേദങ്ങളോ സംസ്കൃതമോ അല്ല നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനം. ഹിന്ദു ധർമ്മം എന്ന മഹത്തരമായ, അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന മഹത്തരമായ ഒരു വടവൃക്ഷത്തിന്റെ ഒരു വലിയ ഉഗ്രൻ വേരാണ് വേദവും സംസ്കൃതവും. ഒരു തെളിവും കൂടെ പറയാം, ഒരു തെളിവും കൂടെ. അങ്ങേക്ക് ചട്ടമ്പിസ്വാമി അംഗീകരിക്കുന്ന വ്യക്തിയാണല്ലോ, ആ ചട്ടമ്പിസ്വാമി വെച്ചൊരു തെളിവും കൂടെ പറയാം. നമ്മുടെ നാട്ടിൽ സംസ്കൃതമാണോ തമിഴാണോ ഏറ്റവും പ്രാചീനമായ ഭാഷ? ഒരു സംശയവും വേണ്ട, അത് തമിഴാണ്. അതായത് തമിഴാണ് ചട്ടമ്പിസ്വാമി പറയുന്നുണ്ട്, സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, നമ്മുടെ നരേന്ദ്രമോദിജി പറയുന്നുണ്ട്. അങ്ങീ പറയുന്ന വേദിക് ലൈനില്ലേ, അത് ഞാനടക്കം ജനിച്ചു വീണ ആ വേദിക് ലൈനിന് മുമ്പേ നമ്മുടെ ഒരു ഹിന്ദു സംസ്കാരമുണ്ട്, ആർഷ സംസ്കാരമുണ്ട്. അപ്പോ ഇതാണ് ശരി. എന്നാ ആർഷ സനാതന ധർമ്മ പൈതൃകമുണ്ട്, അങ്ങനെ പറയാമല്ലോ. ആർഷ സനാതന, അതായത് അഗസ്ത്യരും ഭോഗരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സന്യാസ പരമ്പരകളും. അങ്ങോട്ടേ ഞാനും വരുന്നത്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിദ്ധൻ എന്ന് പറയുന്നത് ഭോഗറാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ധർ എന്ന് പറയുന്ന ഭോഗറാണ്. ഈ ഭോഗറാണ് എനിക്ക് അയ്യപ്പനെ സിദ്ധ പാരമ്പര്യമുണ്ട്. കറക്റ്റ്. ഇനി അഗസ്ത്യൻ അടക്കമുള്ള വലിയൊരു സിദ്ധരുടെ, അതായത് ആയുർവേദത്തിനേക്കാൾ പഴയ ഒരു സിദ്ധ പാരമ്പര്യമുണ്ട്. നിന്ന് ആയുർവേദമാണല്ലോ കൂടുതൽ പോപ്പുലർ. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യം എന്ന് നമ്മൾ പറയുമെങ്കിലും 1947 വരെ ഇത് 560ഓളം കിങ്ഡംസ് മാത്രമായിരുന്നു. നമുക്കൊരു വലിയ സംസ്കൃതി ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇത് ഒരുപാട് വിഘടിച്ച് കിടന്ന കിങ്ഡം ആയിരുന്നു. ഈ കിങ്ഡത്തെ യോജിപ്പിച്ചതും ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയതും മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഹിന്ദു സന്യാസിയാണ്. സബർമതി ആശ്രമം സ്ഥാപിച്ച. അങ്ങനല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പണ്ട് സ്കൂളിലെല്ലാം പഠിച്ചുകൊണ്ട് വന്നിരുന്നപ്പോഴെല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചു.
അതല്ലേ നാടിന്റെ ചരിത്രം തെറ്റാന്നാ പറയുന്നത്. അങ്ങനെ ചരിത്രം തെറ്റാവുന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ആ തെണ്ടിയെ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഭയങ്കരമാണ് കിങ് രാജേന്ദ്ര ചോളൻ. ആയിക്കോട്ടെ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായതുകൊണ്ട് രാജേന്ദ്ര ചോളൻ മഹാനല്ലാതാവുന്നു. മഹാനല്ലാതാവുന്നല്ലോ. അല്ല, പണ്ടത്തെ അറിയപ്പെടുന്ന എല്ലാ മുഗൾ എംപറേഴ്സ് എന്ന് പറയുന്നത് ലൂട്ടേഴ്സ് ആണ്. മുഗൾ എംപറേഴ്സിനെ പറ്റി നമ്മൾ ഹിസ്റ്ററി മുഴുവൻ ഞാൻ 5ാം ക്ലാസ് 4ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എന്നെ മുട്ടുകുത്തി നിർത്തുന്ന ഞാൻ അങ്ങേ കൺവിൻസ് ചെയ്യാനുള്ള പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഇത് യോജിപ്പുള്ളതുകൊണ്ടല്ല. ഈ ശബരിമലയിൽ അയ്യപ്പന്റെ സുഹൃത്തായിട്ട് ഒരു വാവരുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. മുസ്ലിമായ വാവരുണ്ടെന്ന് ഇപ്പോൾ ഈ മുസ്ലിം ഇല്ല, മുസ്ലിം ആയിട്ടുള്ള വാവരില്ല എന്ന് എപ്പോഴത്തേക്കും ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റില്ലേ? രാവിലെ ഞാനിനി ഒരു കാര്യം പറയട്ടെ. ഞാൻ അവിടെ എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടതാ ഒരു ദിവസം. ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഞാനും എന്റെ ഗുരുനാഥനും കൂടെ, എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഹിമാലയത്തിൽ കുത്തിയിരിക്കുന്ന ഒരു ഗുരുനാഥനാണ്. അങ്ങനെ ഒരു വർഷം വന്നിട്ട് പറഞ്ഞു പാടാ നമുക്ക് ശബരിമല പോകാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയി. ഞങ്ങള് പമ്പയെന്ന് മുകളിലേക്ക് കയറുക. അപ്പൊ എനിക്കൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞത് ചായ കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹിന്ദുവിന്റെ കടയിൽ നിന്ന് കുടിക്കണം. ഹിന്ദു അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഹിന്ദു എന്ന് പറയില്ല. അപ്പൊ അങ്ങനെ ചായ കുടിക്കാതെ 18 പടിയിലെത്തി. 18 പടി വരെ എത്തി. കാരണം എന്താ വെച്ചാൽ ഒറ്റക്കടയില്ല. അങ്ങനെ 18 പടി എത്തി. അവിടെ അയ്യപ്പനെ കണ്ടു. അയ്യപ്പനെ കാണുമ്പം എനിക്കുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സാധാരണ മനുഷ്യനല്ലാതായി മാറുക. അവിടെ എന്നെ മാത്രം ഒരിക്കലും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ആ നടയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്നെ ഒരു പോലീസുകാരനും പിടിച്ച് തള്ളി മാറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് എന്റെ ഒരു സ്ഥിതി. ഞാൻ എപ്പോ ശബരിമല പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അന്ന് അങ്ങനെ ഇരുന്ന് എന്നെ ഒരു അടി തന്നു ഈ ഗുരു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോയി. എന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ വിട്ടുപോയിട്ട് മെന്റലി ഞാൻ വേറൊരു ലോകത്തൊക്കെ ആയപ്പോഴത്തേക്കും അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്കൊരു അടിയും തന്നു. അടിയും തന്നിട്ട് ഇത് ഞങ്ങള് താഴെ ഈ മറ്റേ കെട്ടെല്ലാം അഴിച്ച് എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നപ്പോഴാണ് എന്റെ അടുത്ത് ഗുരുനാഥൻ പറഞ്ഞത് ഇതാണ് വാവര് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു തുരുമ്പ് പിടിച്ച ഒരു വാളും കീളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എനിക്കൊരു ഭസ്മം തന്നു. അപ്പൊ അങ്ങനെ ഭസ്മം തൊട്ടിട്ടില്ല. അപ്പൊ ഞാൻ ആ ഭസ്മം എടുത്ത് എനിക്ക് തൊട്ടിട്ട് ഗുരുനാഥനും തൊട്ട് കൊടുത്തിട്ട് ഞാൻ ഇയക്കും തൊട്ട് കൊടുത്തു. അവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് പറഞ്ഞു ഈ ശിഷ്യർക്കാണ് ഹറാം എന്ന് പറഞ്ഞിട്ട് അയാൾ ചാടി എണീറ്റു. ഞാൻ ഒരൊറ്റ അടിയും വെച്ച് കൊടുത്തു. ഇത് സംഭവം നടന്നത് അവിടുത്തെ ദേവസ്വം ബോർഡുകാരെല്ലാം കൂടെ ഓടി വന്നു. ഈ ഗുരുനാഥൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, മതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അയ്യപ്പന്റെ സുഹൃത്തിനെ അടിക്കുന്നത് അല്ലെങ്കിൽ അയ്യപ്പന്റെ സുഹൃത്തിന്റെ പിന്തുടർന്ന് പിന്നെ അയ്യപ്പന്റെ സുഹൃത്തല്ല, അയ്യപ്പന്റെ സുഹൃത്താണ്. അവർക്ക് വേറൊരു വിശ്വാസ രീതിയില്ലേ? അവർക്ക് വേറൊരു വിശ്വാസ കേട്ടിട്ട് അങ്ങ് അവിടെ ചെല്ലുമ്പോ അങ്ങയെ പിടിച്ച് നിർബന്ധിപ്പിച്ച് നിസ്കരിച്ചിരുന്നെങ്കിലോ? താങ്കളും ചെയ്തത് അത് തന്നെയല്ലേ? അയ്യപ്പൻ അഭിപ്രായമില്ലല്ലോ. ഏതയ്യപ്പൻ? സ്വാമി അയ്യപ്പൻ. ഈ പിൽഗ്രിമേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാക്ഷാൽ സ്വാമി അയ്യപ്പൻ. പുള്ളിയുടെ താങ്കളുടെ താല്പര്യം ഇനി ഞാൻ ഒരു കാര്യം അങ്ങനല്ല. അതായത് താങ്കള് ഭസ്മം കൊടുത്തപ്പോ അദ്ദേഹം പ്രകോപിതനായി എന്ന് പറഞ്ഞു. ഞാൻ താങ്കളോട് ചോദിച്ചു താങ്കളെ നിർബന്ധിച്ച് നിസ്കരിപ്പിച്ചിരുന്നെങ്കിൽ അവന്റെ മുഖത്തടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ താങ്കളോട് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന പുള്ളി ചെയ്തോ? അവരുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് പള്ളിയിൽ ഇരുന്നാ മതി, അവിടെ വരണ്ട. അല്ല, അത് തീരുമാനിക്കുന്നത് അയ്യപ്പനല്ലേ? ഞാനോ താങ്കളോ ആണോ? അതെ, ഞാനോ താങ്കളോ ആണോ? കമ്മ്യൂണിസ്റ്റുകാരുള്ള ദേവസ്വം ബോർഡ് ചെയ്യുന്ന ഇതൊക്കെ എന്നാ വന്നത്? ദേവസ്വം ബോർഡിലുള്ള മുഴുവൻ ആൾക്കാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ വാവരുണ്ട്. കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി ഉണ്ടാവുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശബരിമല വാവരുണ്ട്.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അയ്യപ്പൻ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരുന്നത് ആര്യൻ കേരളവർമ്മ രാജ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരുന്ന കാലഘട്ടം എന്നാ ജീവിച്ചിരുന്നത്? എന്റെ അയ്യപ്പൻ AD 1050 കൊല്ലവർഷം 200-250 കാലഘട്ടത്തിൽ മണികണ്ഠനായി ജീവിച്ചിരുന്നതാണ്. ഈ ആര്യൻ കേരളവർമ്മൻ എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷം ഉണ്ടാക്കുന്ന ഉളുപ്പില്ലാത്ത കള്ളക്കഥയാണ്. നിങ്ങളെ പറ്റിക്കുകയാണ്. രാജകുടുംബത്തിലുള്ള ആൾക്കാർ അയ്യപ്പൻ എന്ന് പറയുന്നതിന്റെ പേര്, അദ്ദേഹത്തിന്റെ പേര് മണികണ്ഠൻ അല്ല. ഇത് ചരിത്ര പുസ്തകങ്ങളില്ലേ, ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് എഴുതിയ ആൾക്കാരില്ലേ? കേരളവർമ്മ രാജശേഖര വർമ്മ എന്ന് പറയുന്ന ആളുടെ മോനായിട്ടാണല്ലോ ജനിച്ചത്. അല്ല, അതൊന്നും അല്ല, ഞാൻ അല്ല, കള്ളം പറയുവാണ്. കള്ളമാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങ് കേട്ടാൽ താങ്കളൊന്ന് ഈ സുപ്രീം കോടതിയിൽ ഇതിന്റെ പുറകിൽ വർഷങ്ങളോളം നടന്നു. സുപ്രീം കോടതിയിൽ ഡോക്യുമെന്റ്സ് അടക്കം പ്രൊഡ്യൂസ് ചെയ്ത് എന്നെക്കാട്ടി അറിവ് താങ്കൾക്ക് ഇല്ലല്ലോ. ദൈവത്തെ ഓർത്ത് കേൾക്കൂ. അതായത് രാജശേഖരൻ എന്ന് പറയുന്ന മധുരയിൽ നിന്ന് വന്ന പാണ്ഡ്യ രാജവംശത്തിന്റെ തായ് വഴിയിലാണ് അയ്യപ്പൻ ജനിക്കുന്നത്. രാജശേഖരന്റെ സഹോദരിയായ മായയുടെയും ജയന്തന്റെയും മകനാണ് അയ്യപ്പൻ, അല്ലെങ്കിൽ മണികണ്ഠൻ. അയ്യപ്പൻ അല്ല, മണികണ്ഠൻ. അല്ലാതെ ഈ ആര്യൻ കേരളവർമ്മൻ ഒന്നും അല്ല, അത് കള്ളം പറയുവാണ്. അയ്യപ്പൻ ജനിക്കുന്ന മണികണ്ഠൻ ആണോ രാജവംശത്തിലുള്ള പേര്? മണികണ്ഠൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കാര്യം ഇദ്ദേഹം ജനിക്കുന്നത് കൊട്ടാരത്തിലല്ല. അത് സർനെയിമിലാണ് വിളിക്കുന്നത്. അല്ല സാർ, മണികണ്ഠൻ ജനിക്കുന്നത് കൊട്ടാരത്തിലല്ല. ചുമ്മാ എനിക്കറിയാം. അത് മണികണ്ഠൻ എനിക്കറിയാം. കേൾക്കൂ, ഇത് മനസ്സിലാക്കണം. രണ്ട് അയ്യപ്പൻ എന്ന പേര് എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? അയ്യപ്പൻ എന്ന പേര് പറഞ്ഞാൽ അതൊക്കെ തമിഴന്മാർ ഇടുന്ന പേരാണ്. അല്ല, അയ്യൻ എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതിയിൽ അടക്കം ഡോക്യുമെന്റ്സ് എടുക്കാൻ മെനക്കെടുകയും ഈ സാധനത്തിന്റെ ആധികാരിക രേഖകൾ എടുക്കുകയും കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതായത് അയ്യൻ എന്ന് പറഞ്ഞാൽ പഴയ തമിഴിൽ വിഷ്ണു എന്നാണ് അർത്ഥം. അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അന്നത്തെ കാലത്ത് ശൈവരും വൈഷ്ണവരും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് നമ്മുടെ മണികണ്ഠ സ്വാമിയാണ്, അല്ലെങ്കിൽ മണികണ്ഠനാണ്. ഈ മണികണ്ഠനെ ശിവന്റെയും വിഷ്ണുവിന്റെയും മകനായി കരുതുന്നതിന്റെ കാരണം ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ചു. അന്നത്തെ കാലത്തെ മുസ്ലിം സമൂഹത്തിന്റെ വലിയ നേതാവായിരുന്നു പാത്തുമ്മയുടെയും അലിയുടെയും മകനായ വാവർ. ഇത് അയ്യപ്പൻ പാട്ടുകളിലുണ്ട്, PR രാമവർമ്മ രാജ എഴുതിയ പുസ്തകത്തിലുണ്ട്. ഡോക്ടർ SK ഇത് നൂറ്റാണ്ടുകളായി പകർന്നു വരുന്നതല്ലേ? ഇതിനെക്കുറിച്ച് ആധികാരിക ഡോക്യുമെന്റ് ഇല്ലേ? ശബരിമല യുവതികൾ കയറാത്ത എന്താണെന്നാണ് താങ്കൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ശബരിമല യുവതികൾ കയറാത്തത്? യുവതികൾ കയറാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ ജീവസമാധിയാണ്, അതുകൊണ്ടാണ്. അയ്യപ്പന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടെ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയിൽ മണികണ്ഠൻ വിലയം ചെയ്തതിനു ശേഷം നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലാണ് നമ്മൾ പൂജിക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യ, അതായത് ധർമ്മശാസ്താവിന് 2 ഭാര്യമാരുണ്ട്, പൂർണ്ണയും പുഷ്കലയും. പക്ഷെ അയ്യപ്പനാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. പകരം അയ്യപ്പനാണ് അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചാരി. അയ്യപ്പനുള്ള പട്ടാളമാണ്. അയ്യപ്പന് 2 നായർ പട്ടാളങ്ങളുണ്ട്, അമ്പലപ്പുഴ, ആലങ്ങാട്. ഇവരാണ് അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വാവരും വാവരുടെ പട്ടാളവും. അതാണ് നമ്മുടെ എരുമേലി വാവരുപള്ളി. അവിടെ നിന്ന് പേട്ട തുള്ളുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് മുസ്ലിം വിരോധം മനസ്സിൽ കയറി, ഇസ്ലാമോഫോബിയ മനസ്സിൽ കയറിയ കള്ളന്മാരാണ്. താങ്കൾ മനസ്സിലാക്കൂ, ഇതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 200 വർഷവും 300 വർഷവും മുമ്പുള്ള ചെമ്പ് പട്ടയങ്ങളുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, പളനി അമ്പലത്തിന്റെ ദൃഷ്ടി എങ്ങോട്ടാ? എനിക്കറിയില്ല. പളനി അമ്പലത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. ശബരിമലയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാനാണ് കേസിന്റെ ഭൂരിഭാഗവും വാദിച്ചത്. വാദിക്കാൻ ഡോക്യുമെന്റ്സ്. ഞാൻ ഇതൊന്നും കേട്ടോ. പളനി അമ്പലത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നേരെ ശബരിമലയിലേക്കാണ്. ഇനി ശബരിമലയിലെ ഈ പളനി അമ്പലത്തിലെ ബോഗർ ഉണ്ടാക്കിയ നവപാഷാണം ബോഗർ സമാധിയായി കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ തന്നെ വേറൊരു അടിയിൽ ഒരു ഗുഹയിലാണ് ഈ ബോഗർ സമാധിയായിട്ടിരിക്കുന്നത്. ഈ ബോഗറിന്റെ ശിഷ്യനാണ് പുലിപ്പാണി സിദ്ധൻ.
ഈ പുലിപ്പാണി സിദ്ധർ ആരാന്നറിയാമോ? അറിയാമോ? എനിക്കറിയില്ല, പറയണം. നമുക്ക് അത് ആരാന്ന് തോന്നുന്നത് തപ്പിയെടുത്തിട്ട് അതിനെപ്പറ്റിയും കൂടെ ഒരു ഇത് മാറും. അങ്ങനെ ഒരു റെഫറൻസ് തരൂ, കിട്ടും, ഡോക്യുമെന്റ് തരൂ. ഇഷ്ടം പോലുണ്ട്, ഇഷ്ടം പോലുണ്ട്. ഞാൻ തരാം, വേണ്ട ഞാൻ അയച്ചു തരാം ലിങ്ക്. അതായത് സിമ്പിൾ ആയി അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. അങ്ങ് നിൽക്കുന്ന പ്രതലം അല്ലെങ്കിൽ സ്റ്റാൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം റൈറ്റ് വിങ് ഹിന്ദുത്വയാണ്. ഈ എക്സ്ട്രീം റൈറ്റ് വിങ് കള്ളക്കഥകളാണ് ശബരിമലയിൽ വാവരില്ല വാവൂരാണെന്ന് പറയുന്നത്. ശബരിമലയിൽ വാവരുണ്ടെന്ന് കണ്ണു തുറന്ന് കണ്ടൂടെ? നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റില്ല. ഇല്ല, വാപുരൻ എന്ന് പറഞ്ഞ അസുരന ശിവപുരാണത്തിലൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുവാണ് സാർ. അതായത് ശിവപുരാണത്തിൽ വാവൂരുണ്ട്, അതല്ല ഇവിടുത്തെ വാവർ. ശിവപുരാണത്തിൽ വാവരൻ വേറെയുണ്ട്, അത് വേറെ, ഇത് വാവര് വേറെ. ഈ വാവർക്ക് ചെമ്പ് പന്തളം റോയൽ ഫാമിലി താങ്കൾ പറയുന്നതാണ് കള്ളക്കഥ. പന്തളം കൊട്ടാരം താങ്കൾ അറിഞ്ഞിരിക്കണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിന്യായമുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ വിധിന്യായമുണ്ട്. ചെമ്പ് പട്ടയങ്ങളുണ്ട്, നൂറ്റാണ്ടുകളുടെ ഓറൽ ട്രഡീഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇല്ലെന്ന് പറയുന്നത് അവരോട് ചോദിച്ചാൽ പോരെ? അവര് വാവരില്ലെന്ന് എല്ലാ വർഷവും കഥ മാറ്റാൻ തീവ്ര ഹിന്ദുത്വവാദികൾ നോക്കുകയാണ്. സ്വാമി അയ്യപ്പന്റെ പേരിൽ വർഗീയത വളർത്താനും മുസ്ലിം വിരോധം വളർത്താനും ശ്രമിക്കുന്നവരാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ, നമ്മുടെ അവിടെ നിന്ന് ഈ പറയുന്ന ഈ സെമിറ്റിക് മതങ്ങളായിട്ടുള്ള സൗദി അറേബ്യയിലുള്ള ആൾക്കാരൊന്നും ഇല്ല. അതൊക്കെ കാണാം. അറിഞ്ഞിരിക്കണം, അത് വെറുതെ പറയരുത്. കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട്, 700ഓടെ മുസ്ലിങ്ങളുണ്ട്. രാഹുൽ ഒന്ന് കേട്ടോളൂ. ഇവിടെ ഉള്ള ഈ UAE നാഷണൽസ് ആയിട്ട് ഞാൻ ഇരുന്ന് കള്ളു കുടിക്കുമ്പം അവര് എനിക്ക് കുറെ കഥകൾ അറബി അറിയാൻ മേലാത്ത എനിക്ക് അതിനകത്ത് ഇരിക്കുന്ന ഖുറാനിലിരിക്കുന്ന പല അറബി കഥകളും എനിക്ക് പറഞ്ഞു തന്നു. ഇതാണ് ചാൻസ്. അപ്പൊ അതിനകത്ത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. കബലീശ്വരൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, അവരാ പറഞ്ഞത്, എനിക്കറിയാൻ മേലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് കബ എന്നൊരു അറബി വേർഡില്ല. ഈ കബ എന്ന് പറയുന്നത് കബലീശ്വരനാൽ ഉണ്ടായത്. അതൊക്കെ പിന്നെ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ അതൊന്നും ചോദിക്കും, ഞാൻ അയ്യപ്പന്റെ കാര്യം ചോദിക്കാം. കാണാൻ കഴിയുന്ന തെളിവുണ്ട്. പട്ടയൊക്കെ ആർക്ക് വേണേ ഉണ്ടാക്കാന്നേ. പിന്നെ ഇന്നലത്തെ പട്ടയം വരെ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കഥ ഇതേപോലെ തന്നെ അയ്യപ്പന്റെ വേറൊരു കഥ. അയ്യപ്പന്റെ മറ്റേ കന്നി അയ്യപ്പന്മാര് വരുന്നത്, അതിന്റെ ഒരു കഥയുണ്ടല്ലോ. അതായത് മാളികപ്പുറത്തിനെ കല്യാണം കഴിക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത് കന്നി അയ്യപ്പന്മാര് വരാത്ത. മാളികപ്പുറം ആരാ? മാളികപ്പുറം മധുര മീനാക്ഷിയുടെ പ്രതിഷ്ഠയും അതിലെ കലിഞ്ഞു ചേർന്ന അല്ല ചുമ്മാ പറയുന്നതാണ്. മധുര മീനാക്ഷി എന്ന് പറയുന്ന മധുര മീനാക്ഷി പ്രതിഷ്ഠയാണ്. അങ്ങനെയല്ല സാർ, മധുര മീനാക്ഷിയുടെ പ്രതിഷ്ഠയാണ്. അതിലേക്ക് അയ്യപ്പനെ ഇഷ്ടപ്പെട്ടിരുന്ന ഈഴവ കുലത്തിൽ ജനിച്ച ലീല അല്ലെങ്കിൽ ലളിത, 2 പേരുകളാണ് പറയപ്പെടുന്നത്. ജനിച്ച ചീരപ്പഞ്ചിറ മൂപ്പന്റെ മകളാണ് മാളികപ്പുറത്തമ്മയായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ലീല അല്ലെങ്കിൽ ലളിത. അതായത് മാളികപ്പുറം മധുര മീനാക്ഷി അവിടുത്തെ പ്രതിഷ്ഠയല്ലേ? ശ്രീ ധർമ്മശാസ്താവാണല്ലോ പ്രതിഷ്ഠ. അതായത് ഇപ്പം താങ്കൾ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്ത് ശബരിമലയിലെ പ്രതിഷ്ഠ ആരാന്ന് ചോദിച്ചാൽ അയ്യപ്പൻ എന്ന് പറയില്ല, പകരം ശ്രീ ധർമ്മശാസ്താവെന്നേ പറയൂ. ഉദാഹരണം, ഗുരുവായൂരിലിരിക്കുന്ന ദൈവം ആരാ താങ്കളുടെ ധാരണയിൽ? വിഷ്ണു. ഗുരുവായൂരിൽ കൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണ്. പക്ഷെ ചതുർബാഹുവായ വിഷ്ണുവാണ്. പക്ഷെ നമ്മൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഫാക്ച്വലി സ്പീക്കിംഗ് 4 കൈയുള്ള വിഷ്ണുവാണ്. അതേപോലെ ശബരിമലയിലുള്ളത് ശ്രീധർമ്മശാസ്താവാണ്. ആ ശ്രീധർമ്മശാസ്താവിലേക്ക് മണികണ്ഠനായ അയ്യപ്പൻ വിലയം ചെയ്യുന്നു. അല്ല, ഈ ശാസ്താവിന്റെ ഒരുപാട് കഥയുണ്ട്. അല്ല സാർ, ഒരുപാട് കഥകളുണ്ട്. ഇതിന്റെ ശ്രീധർമ്മശാസ്താവിന്റെ ഒരു സെക്കൻഡ് താങ്കൾ ശ്രദ്ധിക്കൂ. ശ്രീധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിലേക്ക് വിലയം ചെയ്യുന്നതാണ് മണികണ്ഠൻ. അതേപോലെ മധുര മീനാക്ഷിയുടെ വിഗ്രഹത്തിലേക്ക് വിലയം ചെയ്തതാണ് ലീല അല്ലെങ്കിൽ ലളിത. അവരൊരു ഈഴവ സ്ത്രീയാണ്. അവർ ചീരപ്പഞ്ചിറ മൂപ്പന്റെ മകളാണ്.
ശബരിമല തിരിച്ചുപിടിക്കാൻ അയ്യപ്പൻ ഉദയനൻ എന്ന് പറയുന്ന മറവപ്പടയുടെ പോരാളിയെ അതൊക്കെ എനിക്കറിയാം. തോൽപ്പിക്കാനായിട്ട് അയ്യപ്പനും അയ്യപ്പന്റെ ആകെ മുസ്ലിം കൂടെ സുഹൃത്തായ ഈ വാവരും മണികണ്ഠൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആള് ആകെ കൂടി ഈ മണികണ്ഠൻ എന്ന് പറയുന്ന അയ്യപ്പൻ ഒറ്റ ഫൈറ്റേ നടത്തിയിട്ടുള്ളൂ ഉദയനുമായിട്ട് മാത്രം. അതെ, ഉദയനുമായിട്ടുള്ള പിന്നെ ഫൈറ്റ് ജയിച്ചു. അല്ല, അതാണ് എരുമേലിയുടെ കഥയൊക്കെ വരുന്നത്. സാറേ എരുമേലി വഴിയല്ലേ പോകുന്നത്? ഓരോ കോട്ടകൾ കടന്ന്, ഇഞ്ചിപ്പാറ കോട്ട, തലപ്പാറ കോട്ട അടക്കം കടന്ന് നേരെ അയ്യപ്പൻ അവിടെ ചെന്ന് ചെയ്തതാ. അല്ല ശാസ്താവ് ചെയ്ത കഥകളാണ്. അയ്യപ്പനോട് ഒരു ബന്ധവുമില്ല. അവിടെയാണ് ഈ സ്ഥലങ്ങളെല്ലാം അയ്യപ്പൻ ഏകദേശം 1000 വർഷം മുമ്പ്, അതിന് റെഫറൻസുകളുണ്ട്, ഏകദേശം 1000 എന്ന് എടുത്താൽ മതി. 1000 വർഷം മുമ്പ് അയ്യപ്പന്റെ 2 നായർ പട്ടാളം, അയ്യപ്പന്റെ മുസ്ലിം പട്ടാളം, അയ്യപ്പന്റെ മലയര പട്ടാളം, ഇനി അതുകൂടെ ഉണ്ട് സാറേ. മുസ്ലിം ബാബറുണ്ട് സാറേ. 700 മുതൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുണ്ട്. 700 മുതൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുണ്ട്. 1120 ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ മുസ്ലിം ഉണ്ടാകുന്നത്. എന്റെ ചേട്ടാ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം AD 630 അറിഞ്ഞിരിക്കാനാണ്. അല്ലല്ല, അങ്ങ് AD 1170 ഇസ്ലാമിക് എംപയർ ലോകത്തിന്റെ നല്ലൊരു ശതമാനത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം AD 1170 നമ്മളുടെ സിന്ധില് അറബികൾ ആക്രമിക്കുന്നത്. പ്രോഫറ്റ് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഏതായിരുന്നു കാലഘട്ടം? അതൊരു AD 1100 1000 ആ കാലഘട്ടം. ശരി, അല്ല, AD 650 600 പ്രോഫറ്റ് മുഹമ്മദ് ജനിച്ചത്. ഞാൻ പറയുന്നത് 400 വർഷം മരണം വരെയുള്ള കാലഘട്ടത്തിൽ. മരണം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ മുസ്ലിം അല്ല കേട്ടോ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ തുടങ്ങുന്നത്. മുസ്ലിം എന്ന് പറയുന്ന പേര് തന്നെ വരുന്നത് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലക്ക എന്നർത്ഥം. ഒലക്ക ഉപയോഗിക്കുന്ന ആൾക്കാരെ മുസൽമാൻ എന്ന് പറയുക. അല്ല, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ അങ്ങനെ എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത്? ഇവിടത്തെ ഉള്ള ആൾക്കാരെ പറഞ്ഞു തരുന്നത് എനിക്ക്. എന്നാൽ അവരോട് പറയണ. അല്ല, ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ. പ്രവാചകൻ മുഹമ്മദ് നബി ഏകദേശം AD 632 മരിക്കുകയാണ്. അല്ലാതെ AD 1100 കൊന്നുമല്ല, അദ്ദേഹം മരിച്ചു. മരണത്തിന് അദ്ദേഹം അതാണ് ഉദ്ദേശമെങ്കിൽ ഓക്കെ, അതാണ് ഉദ്ദേശമെങ്കിൽ ഓക്കെ, ഈ ജൂത സ്ത്രീ ആണെന്നാണ് പറയുന്നത്. ആക്കട്ടെ. ഇനി 2 മുസ്ലിം എന്ന ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നത് എനിക്കിനിപ്പോ ഇവിടെ ഫാക്ച്വലി കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യം എനിക്ക് കറക്റ്റ് ചെയ്യണമല്ലോ. ഇനി 2 മുസ്ലിം എന്ന് പറഞ്ഞാൽ ഉലക്ക എന്നല്ല അർത്ഥം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ വൺ ഹൂ സബ്മിറ്റ്. ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അറബിക്കിന്റെ അതിന്റെ റൂട്ടാണ്. ഇനി അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽ ഇലാഹ്. അൽ എന്ന് പറഞ്ഞാൽ ഗോഡ് അല്ലെങ്കിൽ ഡീറ്റി. കുറച്ചുകൂടെ ദൈവത്തിനേക്കാൾ കറക്റ്റ് വാക്ക് ഡീറ്റി എന്നാണ്. ഗോഡ് എന്ന് പറയുമെങ്കിലും കൃത്യം വാക്ക് ദേവതാണ്. ഈ അന്നത്തെ നാട്ടിൽ ഒരുപാട് ദേവതകൾ ഉണ്ടായിരുന്നു. പ്രോഫറ്റ് മുഹമ്മദ് ഒന്നിലെടുത്ത് ജീസസ് ക്രൈസ്റ്റ് അതല്ല, ആ അല്ല അക്ബ അംബ എന്ന് പറയുന്ന ആ സാധനം അല്ല ഇത്. ഞാൻ പറയുന്നത് പറയുമ്പോൾ അൽ ഇലാഹ്. അതെ, അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ദി ഗോഡ്. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് ഗോഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അറബിയിൽ പറയണമെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് അൽ ഇലാഹ് എന്ന് പറയുന്നത് പ്രവാചകനാണ്. നമ്മള് ക്രിസ്ത്യാനികൾക്ക് അത് ദൈവമാണല്ലോ. അപ്പൊ നമ്മളൊരു ദൈവത്തെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2 കണക്ട് ചെയ്ത് പറഞ്ഞാൽ AD 1170 അല്ല മുസ്ലിങ്ങൾ ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ വൈബ്രന്റ് ആയ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി AD 700 മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്കത് വിശ്വസിക്കണമെങ്കിൽ കള്ളം പറയണേ. മക്കയിലും മദീനയിലും പ്രവാചകൻ 632 ജീവിച്ചത്. ഇനി 1500 വർഷങ്ങൾ അവിടെ മുസ്ലിങ്ങൾ ഇല്ലായിരുന്നു. ആരാ താങ്കളോട് ഈ കള്ളങ്ങളൊക്കെ പറയണേ? കുറേശികൾ അങ്ങനെ പറ. എന്റെ ചേട്ടാ, 632 പ്രവാചകൻ മരിച്ചതിന് ശേഷം പല കാലിഫേറ്റുകൾ ഉണ്ടായിരുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം വ്യാപിച്ചു. മുഹമ്മദ് ഈ ഗോറി എന്ന് പറഞ്ഞ ആൾ ആദ്യമായിട്ട് വരുമ്പോഴാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു അല്ല ആയിക്കോട്ടെ. അത് നോർത്ത് ഇന്ത്യയിലെ ആക്രമണകാരി വന്നതാണ് AD 1100. സ്ലേവ് ഡൈനാസ്റ്റി അടക്കമുള്ള ആൾക്കാർ വന്നത്. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട്. സൗദി അറേബ്യയിലേക്ക് പിന്നെ സൗദി അറേബ്യ AD 700 പിന്നെ ആരായിരുന്നു?
ഖുറേഷികൾ എന്റെ അവര് പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ചതിന് ശേഷം അവിടെ കാലിഫേറ്റ് വരെ ഉണ്ടായില്ലേ? അവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ലേ? അതൊന്നും അവരൊന്നും അന്ന് അവരല്ല. ഈ പറയുന്ന മരണം കഴിഞ്ഞിട്ട് രണ്ടായിട്ട് പിരിയുമ്പോൾ സുന്നിയും ഷിയയും ഇറാനിലും അവിടെയൊക്കെ പോയി കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് അവരെ മുസ്ലിം എന്ന് പറയാൻ തുടങ്ങുന്നത്. അവരുടെ മതം എന്തായിരുന്നു? ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറഞ്ഞു തന്നിരിക്കുന്ന എനിക്ക് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ആർക്ക് വേണേ മാനിപ്പുലേറ്റ് ചെയ്യാം. പഠിക്കുന്നതല്ലേ താങ്കൾ കേൾക്കുന്ന ചരിത്രം? മനഃപൂർവ്വം വലതുപക്ഷക്കാര് പറയാൻ വേണ്ടി കള്ളം പറയുന്നതാണ്. നമ്മുടെ ഞാൻ അങ്ങ് പറയുന്ന ചരിത്രം ഏതാണെന്നറിയാമോ? നോർത്ത് ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കുന്ന വ്യാജ ചരിത്രമാണ്. അങ്ങക്ക് എന്നെ വിശ്വസിക്കണ്ട, മോദിജിയെ വിശ്വസിക്കാമല്ലോ. ഒരു സെന്റ് മോദിജിയെ വിശ്വസിക്കുന്നില്ല. മോഡിയൊന്നും പിന്നെ ആരെയാ വിശ്വസിക്കുന്നത്? എനിക്ക് ഇവിടെ ഞാനിപ്പോ ഇവിടെ ഈ രാജ്യത്ത് അറബി രാജ്യത്തിൽ ജീവിക്കുന്ന ഇവിടെയുള്ള അറബി പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന കാര്യം, അറബി പണ്ഡിതന്മാരിലെ താങ്കൾക്ക് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഔദ്യോഗിക ഗവൺമെന്റ് ടു ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ സീരിയസ്നെസ് നമുക്ക് ഉദ്ദേശിക്കാമല്ലേ? അല്ല ഒരു സെന്റ് അതിന്റെ ഒരു സിമ്പിൾ കാര്യം, ഇന്ത്യയും താങ്കൾ ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ. നമ്മുടെ പ്രധാനമന്ത്രിയും സൗദി അറേബ്യയിലെ രാജാവും തമ്മിൽ കാണുമ്പോൾ നമ്മുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നത് ശരിയായിരിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? കാര്യം ലോക മാധ്യമങ്ങളുണ്ട്, അവരവരുടെ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് അവരൊന്നും മിണ്ടത്തില്ല. നമ്മൾ പറയുന്നത് ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ പോയി കണ്ട ഒരു സ്ഥലമുണ്ട്, അത് സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ പോയി കണ്ട സ്ഥലം, അതായത് കാശ്മീർ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിപ്പോ യൂട്യൂബിലും കിടപ്പുണ്ട്, ഇഷ്ടം പോലെ എടുത്ത് കിടപ്പുണ്ട്. ഇപ്പൊ പുതുതായിട്ടും അതിനകത്ത് ഒരു ഡോക്യുമെന്റ് യേശു ക്രിസ്തു പഹൽഗാമിൽ വന്ന കഥയല്ലേ? ഒരു ടോംബ് പഹൽഗാമിൽ വന്ന കഥയല്ലേ? എനിക്കറിയാം. അതൊക്കെ പെഹൽഗാമിലൊന്നും അല്ല. പെഹൽഗാമിക്ക് ഇപ്പോഴല്ലേ എനിക്ക് പെഹൽഗാം എന്ന് പറയുന്നത് ഈ പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പെഹൽഗാം അല്ല. അങ്ങ് പറയുന്നത് സെയിന്റ് ഈസ എന്ന പേരിൽ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു പോയ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഇന്ത്യയിൽ വന്ന് ജീവിക്കുകയും പിന്നെ അതല്ല 12 തൊട്ട് 30 വരെയുള്ളതല്ല. പിന്നെ ക്രൂസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം ആ ഫുൾ തിയറി ഇങ്ങനെയാണ് കേട്ടോ. ആ ഫുൾ തിയറി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ കഥ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ ടോംബ് പൊളിച്ച് ഒന്ന് DNA ടെസ്റ്റ് ചെയ്തു? എന്തിനാണ് ടോംബ് പൊളിക്കുന്നത്? ആരുടെയെങ്കിലും അവിടെ ഇരിക്കട്ടെ. ആരെങ്കിലും പറയുന്ന തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടായിരുന്നു. ഇതില് താങ്കൾക്ക് തർക്കമുണ്ടായിട്ട് കാര്യമുണ്ടോ? അവിടത്തെ ലോക്കൽ നിവാസികൾക്കോ അല്ലെങ്കിൽ അക്കാഡമിക് ചരിത്രകാരന്മാർക്കൊക്കെ കോൺസ്പിറസി തിയറി പറഞ്ഞിട്ട് എന്താ കാര്യം? ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അതിനെ തകർക്കുന്നത് കൊണ്ടാണ് അത് സമ്മതിക്കാത്തത്. എല്ലാവർക്കും അറിയാം അത് തന്നെയാണ്. തെളിവ് ഇത് തപ്പണം. ഇത് കുഴിച്ചെടുത്തിട്ട് അതിനകത്തുള്ള ഇങ്ങനെയാണെന്ന് പറയാൻ എന്തെങ്കിലും തെളിവ് വേണ്ടേ? ചുമ്മാ ക്ലെയിം ചെയ്താൽ മതിയോ? ഒരെണ്ണം പറയൂ. നമുക്കൊക്കെ എങ്ങനെ തെളിവ് കിട്ടുന്നത് നമുക്ക് തെളിവില്ലാതെ ഒരു കാര്യം നമ്മൾ എങ്ങനെ പറയും? തെളിവില്ലാതെ ഒരു കാര്യം നമ്മൾ എങ്ങനെ പറയും? എന്തായാലും തെളിവിന് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നേരെ ആകാശത്തേക്ക് പോകത്തില്ല ആരും. സാർ ആകാശത്തേക്ക് പോയില്ല. യേശുദേവന്റെ കുരിശുമരണം ഉണ്ടായി. അപ്പൊ എന്ത് മരിച്ചു. ഇനി രണ്ട് വിശ്വാസത്തിന്റെ കണ്ണിലും ആത്മീയതയുടെ കണ്ണിലും യേശുക്രിസ്തുവിന്റെ അവിടെ അത് ജെറുസലേമിലുണ്ട്. ഞാനവിടെ പോയിട്ടുണ്ട്. ജനിച്ച സ്ഥലത്തും അവര് പറയുന്ന മരിച്ച സ്ഥലത്തെന്ന് പറഞ്ഞ് ഞാനും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും പോയി. ഇതിനകത്ത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു സ്ഥലം, ഞാൻ സ്വിറ്റ്സർലാൻഡ്, ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ അവിടെ ഉണ്ട് സൂറിക്കിൽ. അവിടെ ആ സൂറിക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു ഇൻഫർമേഷൻ എങ്ങനെയോ കിട്ടി. അവിടെ ഒരു മുരുകന്റെ ഒരു ഇതുണ്ട്, സ്ഥലമുണ്ട്. മുരുകന്റെ ചെറിയൊരു സ്തൂപമൊക്കെ വെച്ചിട്ട് ഒരു പ്രാർത്ഥനാലയം അവിടെ ഉണ്ട്. ഞാൻ അവിടെ പോയി തപ്പിപ്പിടിച്ചു. അപ്പൊ അതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ എന്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നു
എന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ പുറകെ നടക്കുന്നത് കുറെ നാളായിട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പുലിപ്പാണി സിദ്ധരുടെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. ഇതേപോലെ തന്നെ ഞാൻ ചൈനയിൽ പോയപ്പോൾ അവിടെ കണ്ടു, ഞാൻ ജപ്പാനിൽ പോയപ്പോൾ അവിടെ കണ്ടു, ഞാൻ പല സ്ഥലങ്ങളിലും മലേഷ്യയിൽ പിന്നെ എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഇതുമായിട്ട് കണക്റ്റഡ് ആക്കാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും അതൊന്നും ശരിയായിട്ടില്ല എന്നാൽ പോലും. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസിനെ പോലും ഞാൻ അറിയപ്പെടാനായിട്ടുള്ള ഒരു കാരണം. ഞാൻ മറ്റേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു അതൊന്നും കൊണ്ടൊന്നുമല്ല. ആരാണ് സുഭാഷ് ചന്ദ്രബോസ്? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ടൊക്കെ കണക്റ്റഡാ, ഇങ്ങനെ വന്ന് കണക്റ്റഡാ. അപ്പൊ ഇങ്ങനെ കുറെ കണക്ഷനുകൾ ഞാൻ അതെല്ലാം വിടും. അതൊക്കെ ഞാൻ എന്റെ കാര്യങ്ങളാണ്, എന്റെ നിലപാടാണ്, അതൊക്കെ പോട്ടെ. ഞാനിപ്പോ ഈ ചാനലിൽ ഇരുന്ന ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ ചുമ്മാ യൂട്യൂബിൽ നോക്കിയപ്പം താങ്കളുടെ ആ ഡിബേറ്റ് കണ്ടു. ആ ഡിബേറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. താങ്കൾ ഈ പറയുന്ന പിണറായി വിജയനായിട്ടൊന്നും ഒരു തരത്തിലും പോയി അടുക്കില്ല പ്ലീസ്. അല്ല, എന്റെ ഏക റിക്വസ്റ്റ് എന്താ അറിയാം, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സംഘടനയെ ശബരിമല വികസനം, ഗുരുവായൂർ വികസനം, ആറ്റുകാൽ വികസനം എന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഈ പന്തളം രാജകുടുംബത്തിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാവോ, തിരിച്ചെടുക്ക് ഈ ദേവസ്വം ബോർഡിനൊക്കെ ചവിട്ടി ദൂരക്കണം. എന്നിട്ട് അതൊരു പറയാനല്ലേ പറ്റൂ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, ഒറ്റ കാര്യം മാറിയിരിക്കട്ടെ, ഒരു സെക്കൻഡത്തേക്ക് ദേവസ്വം ബോർഡ് മാറിയിരിക്കട്ടെ, മാറി നമുക്ക് ഒരു നിമിഷത്തേക്ക് അനുമാനിക്കാം. ആര് ഭരിക്കും പിന്നെ? ആരവിടുത്തെ കാര്യങ്ങൾ? അയ്യപ്പ സേവാ സംഘം ഉണ്ട്. എത്രയോ അയ്യപ്പ സേവാ സംഘങ്ങളുണ്ട്. എത്രയോ അവർക്കെല്ലാം കൂടെ അധികാരം കൊടുക്കാൻ. ഇപ്പൊ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എങ്ങനെയാ ഭരിക്കുന്നത്? അല്ലല്ലോ, ആണ്. അതായത് ഗവൺമെന്റിന്റെ നോമിനി, സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനി, ഗവൺമെന്റിന്റെ നോമിനി വെച്ചോട്ടെ. അവരോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ സാറ് പ്രായോഗികമായി മനസ്സിലാക്കേണ്ട കാര്യം, മലയാളികൾക്ക് പൊതുവെ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇനി തിരുപ്പതി എങ്ങനെയാ ഭരിക്കുന്നത്? തിരുപ്പതി തിരുമല ദേവസ്ഥാനം ബോർഡാണ്. അവിടെ പ്രത്യേക ട്രസ്റ്റി ഉണ്ട്. ഞാൻ പറയുന്നത് തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിൽ പോകാമെങ്കിൽ അവിടെ ഗവൺമെന്റ് അപ്പോയിന്റ് ഒരു വ്യക്തിയാണ്. സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട്, മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു പണ്ട്. ആ സിസ്റ്റമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഏതാ അദ്വൈതമാണോ? ഒരു സിനിമ ഇറങ്ങിയ മോഹൻലാൽ ദേവസ്വം ബോർഡിന്റെ അതാണ് ഇപ്പൊ നടക്കുന്നത് ശരിക്കും. ഭഗവാൻ എന്തിനാ പൈസ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ എല്ലാം എന്റെ കുടുംബം. ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങയുടെ വികാരത്തോട് ഞാൻ യോജിക്കുന്നതാണ്. അങ്ങയുടെ നിങ്ങൾ യോജിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം, വികാരം വെച്ച് മാത്രം നമുക്ക് പറ്റൂല, വസ്തുതകൾ വേണം. ഒറ്റ മിനിറ്റ് കാര്യം ചോദിച്ചോട്ടെ. ഞാൻ അതെല്ലാം വിടാം. ഞാൻ നിങ്ങളെ പണ്ട് തൊട്ടേ കാണുന്ന ഒരാളാണ്. നിങ്ങൾ ശബരിമലയിലോട്ടായിരുന്ന സമയത്തിന് മുമ്പേ തന്നെ നിങ്ങൾ ഫേമസ് ആവുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ സ്വാമി അയ്യപ്പന്റെ ആ പ്രശ്നം തുടങ്ങുമ്പോഴായിരുന്നു. അതിന് മുമ്പ് തൊട്ട് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് പലപ്പോഴും. ഇപ്പൊ ചില ചാനലുകളിൽ മറ്റേ നമ്മുടെ ഞാൻ ഗുരുവിനെ പോലെ കാണുന്ന ഒരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. മറ്റേ ഉദയഭാരതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാക്കിയിരിക്കുന്ന ആ പേര് പറഞ്ഞാലും ആ ദ്വാരകയിലെ വെയിറ്ററൊക്കെ ആയിരുന്ന ഒരാള്. എനിക്കൊരാളെ ഉദ്ദേശിക്കാം, പറഞ്ഞോളൂ. അല്ല എനിക്കൊരാളെ ഉദ്ദേശിക്കാം. ഉദയഭാരതം എന്ന് പറഞ്ഞൊരു ചാനലും മറ്റേ മാഗസീൻ പോലെ എന്തൊക്കെയോ. ഇല്ല ചാനലല്ല, ഈ ഉദയഭാരതം നല്ലതായിക്കോട്ടെ ഭാഗത്തേക്ക് പോകുന്ന വഴിയുള്ള നിങ്ങളെല്ലാരും കൂടെ ഇരുന്ന് ഏതോ ഒരു ചാനലില് കുട്ടികളോടൊക്കെ കഥയൊക്കെ ചോദിക്കുക. അവര് ഒരു എനിക്ക് തോന്നുന്നു ശ്രേഷ്ഠ ഭാരതം ഉദയഭാരതം അല്ല, ശ്രേഷ്ഠ ഭാരതം. അങ്ങ് ഉദ്ദേശിച്ചത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് സ്റ്റഡീസ്. അതെ. അപ്പൊ നിങ്ങൾ അവിടെ അതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ചില ആൾക്കാരുടെ അടുത്ത് ഉത്തരം പറയാറുണ്ട്. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആരാധന പോലെ നിങ്ങളോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഒരുപാട് കമന്റുകളിലൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് അതിന്റെ കാരണം. അപ്പൊ ആൾക്കാർ പറയുന്നു നിങ്ങൾ ഈയിടെ ഇവിടെ ദുബായിൽ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഫംഗ്ഷന്റെ
ഈയിടെ വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കറിയില്ല കോളേജ് ഫംഗ്ഷൻ ആണ് ഏതോ എന്തോ സമയത്ത് ഏതൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ മാറി പെട്ടെന്ന് നിങ്ങൾ ബുദ്ധിയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സ്വാമി അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ കാണിച്ചു തന്ന പാത അതാണ്. അതായത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ജീവിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? അത് സ്വാമി അയ്യപ്പന്റെ പാതയല്ലേ? സ്വാമി അയ്യപ്പന്റെ പാതയല്ലേ? മുസ്ലിമായ വാവരെയും ക്രിസ്ത്യാനിയായ വെളുത്തയും നായർ പട്ടാളത്തെയും ഈഴവ പട്ടാളത്തെയും മലയാള പട്ടാളത്തെയും ഒരുമിപ്പിച്ച വ്യക്തിയല്ലേ അയ്യപ്പൻ? ഈ പറയുന്ന സെന്റ് ബെത്തലിയസിനോ അർത്തുങ്കൽ പള്ളിയിലുള്ള ജീവിതത്തിൽ സൈനിന്ന് പേരെ വന്നിട്ടില്ല. വെളുത്തച്ഛനും കുളുത്തച്ഛനും ഒന്നും ഒരു അച്ഛനും ഇല്ല. അതൊരു ദേവീക്ഷേത്രമായിരുന്നു. അതിനൊക്കെയുള്ള തെളിവുകൾ ഒരു കൂട്ടം അരയന്മാരെ നമ്മുടെ കടത്തീരത്തിലുള്ളവരെ എല്ലാം പേര് മാറ്റി റോബിൻസൺ പെരേര, ദി ക്രൂസ് എന്നൊക്കെ പറഞ്ഞ് പോർച്ചുഗീസുകാർ ഊക്കിയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇനി അതെല്ലാം ഇത്രയും പെയിൻ എടുത്ത് സംസാരിക്കുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? ഇതിൽ ഒരു കള്ളമെങ്കിലും താങ്കൾക്ക് തെറ്റാണെന്ന് ധരിക്കുകയാണെങ്കിൽ ഒരു നല്ല അയ്യപ്പവിശ്വാസിയുടെ കള്ളം മാറുന്നതാണ്. താങ്കൾ ഒരു പോർച്ചുഗീസുകാർ വരുന്നത് 1498 നമ്മുടെ കാപ്പാട് ഭാഗത്ത് വാസ്കോഡ ഗാമ എന്ന വ്യക്തിയാണ്. അതിന് കറക്റ്റ്. അതിന് 450 വർഷം മുമ്പാണ് അയ്യപ്പന്റെ സുഹൃത്തായ ഈ വെളുത്ത എന്ന് പറയുന്ന വ്യക്തി അർത്തുങ്കൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ വെളുത്താന്നും വെളുത്തച്ഛനും ഒക്കെ വിളിച്ചു. ഞാൻ അവിടുത്തെ പള്ളിയിലത്തിനെ വിളിച്ച് പച്ചത്തറി വിളിച്ചു അങ്ങനെ ചോദിച്ചു നോക്കിക്കോ. അങ്ങ് ചെയ്യുന്നത് അയ്യപ്പദ്രോഹമെന്ന് മനസ്സിലാവുന്നുണ്ടോ? അങ്ങ് ചെയ്യുന്നത് അല്ലല്ല, താങ്കൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു സെക്കൻഡ്, താങ്കൾ അയ്യപ്പ വിശ്വാസിയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങ് ചെയ്യുന്നത് അയ്യപ്പന്റെ സുഹൃത്തായ വാവരുടെ ഇന്നത്തെ തലമുറക്കാരെയും അയ്യപ്പന്റെ സുഹൃത്തായ വെളുത്തയുടെ തലമുറക്കാരെയും വിളിച്ച് ചീത്ത വിളിക്കുന്നത് താങ്കൾ അയ്യപ്പനോട് പാപം ചെയ്യുകയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് താങ്കൾക്ക് ഈ അയ്യപ്പൻ തന്നെ എന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാനല്ല. ഇത് അയ്യപ്പനല്ല, ഈ തീവ്ര വലതുപക്ഷത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം വിരോധത്തിൽ അധിഷ്ഠിതമായ ഒരു ചരിത്ര നിർമ്മിതി അങ്ങയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലും നാണുവാശാന്നങ്ങ് വിളിക്കുന്നത്. അങ്ങ് യഥാർത്ഥത്തിൽ ഈ സവർണ, അതായത് തീവ്ര സവർണ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി അങ്ങയുടെ മനസ്സിൽ വന്ന് അത് അങ്ങ് പറയുന്ന അഭിപ്രായം ചട്ടമ്പിസ്വാമിക്ക് പോലും ഇല്ല. നായർ സമൂഹത്തിൽ അങ്ങ് ദയവായി ശ്രദ്ധിക്കൂ, താങ്കൾ ഈ മറുവാദം കൂടെ കേൾക്കൂ. ഞാൻ പറയുന്ന നിലപാടാണ് സത്യം, വേരിഫൈഡും ഫാക്ച്വലുമായിട്ടുള്ള ഹിസ്റ്ററിയാണ്. ചട്ടമ്പിസ്വാമിക്ക് ശ്രീനാരായണ ഗുരുദേവനെ ആദരണീയനാണ്. അതിലൊരു സംഭവം അങ്ങ് അറിഞ്ഞിരിക്കേണ്ട സംഭവം ഉണ്ട്. അത് അങ്ങേരുടെ മഹത്വം, അദ്ദേഹത്തിന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും മഹത്വമാണ്. ബോധമുള്ളത് കൊണ്ട് ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ഒരേപോലുള്ള മഹത്വമാണത്. ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ഒരേപോലുള്ള മഹത്വമാണ്. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ കണ്ണാടി കൂട്ടിലിരിക്കുക മറ്റേ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ. ഇതാണ് അങ്ങനെ മാനസികാവസ്ഥ. അദ്ദേഹത്തെ ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ടെന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവനെ ആദരിക്കാനായി നമ്മുടെ പ്രതിഷ്ഠിച്ചതാണ്. അങ്ങേര് കണ്ണാടിക്കുട്ടിയിൽ ഇരിക്കുകയാണ്. എന്നാൽ ഈ മഹാനായ ചട്ടമ്പിസ്വാമി ഒരിടത്തും ഇരിക്കുന്നില്ല. മനസ്സിൽ ആൾക്കാരുടെ അറിയാവുന്നവരുടെ മനസ്സിലിരിപ്പുണ്ട്. ഇപ്പൊ ചട്ടമ്പിസ്വാമി ആരാന്ന് ചോദിച്ചാൽ പോലും ചിന്മുദ്ര കാണിച്ചു കൊടുത്തൊക്കെ എനിക്കറിയാം. അല്ല, ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. സാക്ഷാൽ വിവേകാനന്ദനെ വരെ ചിന്മുദ്ര പഠിപ്പിക്കുന്നത് ചട്ടമ്പിസ്വാമിയാണ്. ഒരു സെക്കൻഡ് അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. അങ്ങനെ ചട്ടമ്പിസ്വാമിയെ പ്രൊജക്ട് ചെയ്യുകയും ഹൈലൈറ്റും ചെയ്തില്ലെങ്കിൽ അത് നായർ സമുദായത്തിന്റെ കുറ്റമല്ലേ? ഈഴവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ചട്ടമ്പിസ്വാമിയെ വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുകയോ പ്രൊജക്ട് ചെയ്യുകയോ ചെയ്യാത്തത് നായർ സമുദായത്തിന്റെ കുറ്റമൊന്നുമല്ലെന്നേ. പിന്നെ നായർ എന്ന് പറയുന്നത് ആ കൂട്ടം എന്ന് പറയുന്നത് തന്നെ നേപ്പാളിൽ നിന്ന് വന്ന നാഗന്മാരാ. കൂടുതലും അന്ന് തിങ്ങിപ്പാർന്നിരുന്നത് ഈ നാഗന്മാരെന്ന് പറയുന്നത് നേപ്പാളിലാണ്.
അതുകൊണ്ടാണ് ഞാൻ നേപ്പാൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളുണ്ട് നായർമാരുടെ ഡെവലപ്മെന്റ് തിയറി വായിച്ചാൽ നമുക്കറിയാം. നായകർ എന്നുണ്ട്. അതുകൊണ്ട് നായന്മാരെ പറ്റി പറയേ ചെയ്യരുത്. കേരളത്തിലെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നായന്മാരാണ്. അടക്കം എത്രയോ വലിയ അയാളൊക്കെ ചുമ്മാ ആൾക്കാർ പ്രൊജക്ട് ചെയ്യുന്നതാണ്. അതിനൊന്നും കാര്യമില്ല. മന്നത്ത് പത്മനാഭനൊക്കെ വെറുതെ അവർണ്ണനും ഇല്ല വർണ്ണനും ഇല്ല. അതൊക്കെ നമുക്ക് നേരിട്ട് ഒരു ദിവസം കാണുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് രാഹുൽ ഇന്നും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ജാതി കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതും ദളിത് പെൺകുട്ടികളെ കൊല്ലുന്നതും റേപ്പ് ചെയ്യുന്നതും എല്ലാം ജാതി ഇല്ലാത്തോണ്ടാണോ? ജാതിയല്ല. അരെ ദളിത് എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗം എന്ന് എടുത്താൽ മതി. ആ വാക്ക് ദളിത് എന്ന് പറഞ്ഞാൽ വീണവെന്നർത്ഥം. അതെ, പതിതൻ അല്ലെങ്കിൽ വീണവെന്നർത്ഥം. അങ്ങനെ ദളിത് എന്ന് പറയുന്ന ചരിത്രപരമായി നിൽക്കുന്ന ഒരുപാട് സമൂഹം, അംബേദ്കറിന്റെ ആണെങ്കിൽ ആരെ നോക്കിക്കഴിഞ്ഞാലും ദളിതൻ എന്ന് പറയുക. ചുമ്മാ ദളിത് എന്ന് പറഞ്ഞ ആൾക്കാര് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ അങ്ങയുടെ നമ്പർ സേവ് ചെയ്യാം, എനിക്ക് കോൺവെർസേഷൻ ഇഷ്ടപ്പെട്ടു. രണ്ട്, ഞാനിതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാം. മൂന്ന്, നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഒറ്റ കാര്യം. ഇപ്പൊ താങ്കളെ പറ്റി ഒരു മോശം ഇതുവരെ പറഞ്ഞില്ല. ഞാൻ ഇതൊക്കെ കണ്ടിട്ട് താങ്കളോടൊരു ആരാധന വരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഹിന്ദു ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഹിന്ദു എന്ന് പറയാൻ പാടില്ല എന്നാലും ഞാൻ വീണ്ടും പറയാം, ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഉന്നമനം ചെയ്തിട്ട് ഈ നമ്മുടെ പൈസ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക്, നമ്മുടെ ഇപ്പൊ ജാതി ഈതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതേപോലത്തെ ഒരു നേരം ആഹാരം കഴിക്കാൻ ഒരു കാര്യം എനിക്ക് ഭയങ്കര എല്ലാവരും, എന്റെ കുടുംബ അമ്പലമാണ് അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി രാജകുടുംബത്തിന്റെ പടത്തലവന്മാരിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഞങ്ങൾ, എന്റെ അച്ഛൻ്റെയൊക്കെ മറ്റേ പൂർവ്വ ആൾക്കാർ. അപ്പോ ഈ അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയി. അവിടെയും ഈ പറയുന്ന ആൾക്കാർ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ഇരിക്കുന്ന പാർത്ഥസാരഥിയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ തകഴി റൂട്ടിലേക്ക് പോകുമ്പോൾ, രാഹുൽജി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ ഒരു ശ്രീ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ് വേറൊരു ടെമ്പിൾ ഉണ്ട്. ഭയങ്കര ഒറ്റ മനുഷ്യര് ഹിന്ദുക്കൾ പോലും പോയി തൊഴത്തില്ല. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വിളക്കുണ്ട്, ഒരു കൽവിളക്ക്. ഈ കൽവിളക്ക് നീങ്ങി റൗണ്ട് ആയിട്ട് തിരിച്ച് ഫ്രണ്ടിന്റെ നടയിൽ വരുമ്പോൾ ഒരു യുഗം തീരുക എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ലാംഗ്വേജ്, ഞാൻ അവിടെ പോയിട്ട് പലയിടത്തും അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ജർമ്മൻ, അവിടെ ഈ മറ്റേ ലിംഗ്വിസ്റ്റിക് ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ കൊടുത്തു നോക്കി ഇതെന്തെന്നാ എഴുതിയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നേ തീയതി വരെ ആർക്കും അത് എന്തെന്നാ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇത് വന്ന് മുട്ടാറായിട്ട് ആ നടയുടെ ഒരു കുറച്ച് ഫർലോങ് മാറിയായിട്ടാണ് ഈ കൽവിളക്ക് ഇരിക്കുന്നത്. ഒരിടയ്ക്ക് ഞാൻ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ ഈ കുടുംബ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പോയി അളക്കുമായിരുന്നു, നീങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ഒരു ശാക്കര ഇത് നമുക്ക് ഫീൽ ചെയ്യും, നേരിട്ട് നോക്കി നക്ഷത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് അവിടെ പോയി, ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അതിന്റെ ഇത് നീങ്ങുന്നുണ്ടോ നോക്കി, ഉണ്ടോ ശകലം നീങ്ങുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു പൂജാരിയുണ്ട്, ആ അമ്പലത്തിൽ പൂജിക്കുന്ന ഒരാൾ. അങ്ങനത്തെ ആഹാരം എന്തോന്നറിയാമോ? ഈ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നേദ്യം, ഇതാണ് അങ്ങനെ ആഹാരം. ഒരു പാവം പിടിച്ച് 5 പൈസയ്ക്ക് വകയില്ലാത്ത ഒരു പാവം പിടിച്ച ഒരു മനയിൽ ജീവിക്കുന്നുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നതൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇത് എന്നിട്ട് പറയുന്നത് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പറയുന്നത്. എത്രയോ പേര് അങ്ങനെ, എനിക്ക് തോന്നുന്നത് അവരുടെ നമുക്ക് ഈ പറയുന്ന ഭയങ്കര കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരു അമ്പലം ഉണ്ട് അവിടെ. മുഴുവൻ കള്ളത്തിലാണ്. അവിടെ ഞങ്ങൾക്ക് മറ്റേ കാര്യസ്ഥൻ എന്ന് പറഞ്ഞൊരു ജോലി ഞങ്ങളുടെ കുടുംബത്തിന് ഇപ്പോഴും ദേവസ്വം ബോർഡിൽ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു ആദ്യം ഉണ്ടായിരുന്ന എന്റെ അമ്മയുടെ ഒരു മോനായിരുന്നു. ഞങ്ങളുടെ തായ് വഴിയിലെ അവിടെ ജോലി കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കിട്ടത്തില്ല, ഞാൻ തന്ത വഴി ആയതുകൊണ്ട്. അപ്പൊ എന്റെ ഒരു അമ്മാവിന്റെ മോനാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ ടൈം കള്ളുകൂടിയ, ആ അമ്പലത്തിനകത്ത് കയറി ഫുൾ ടൈം കള്ളു കുടിച്ച് അയാൾ അവസാനം വിഷം തുപ്പി ചാവും കണ്ട് ചെയ്ത് കുറച്ച് നാൾ മുമ്പ്. ഇപ്പം എന്റെ അച്ഛന്റെ ചേച്ചിയുടെ മോളുടെ മോനാണ് വർക്ക് ചെയ്യുന്നത് അവിടെ.
അപ്പൊ അവിടെ ഞാൻ ചെല്ലും, മുഴുവൻ കള്ളത്തരവാ. പായസത്തിനൊക്കെ കള്ളത്തരത്തിന്റെ വേട്ടയാണ്. ഒരു മനുഷ്യൻ നോക്കാനില്ല, ഒന്നുമില്ല. കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ കാശൊക്കെ വരുന്നത് എവിടെ പോകുന്നു എന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ ശബരിമല തന്നെ കോടിക്കണക്കിന് വെറുതെ 3-4 മാസം തുറക്കുന്ന അമ്പലത്തില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു അമ്പലമാണത്. ഈ പൈസയൊക്കെ നമ്മളെ ആൾക്കാർക്ക് തന്നെ കിട്ടുമായിരുന്നെങ്കിലോ? ഞാൻ ഇതും കൂടെ പറഞ്ഞൊന്ന് വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഞാൻ എന്തായാലും അങ്ങേക്ക് അറിഞ്ഞിരിക്കാനാണ് ഗവൺമെന്റ് ഫാക്ട് ഞാൻ പറയാമേ, അങ്ങ് ഫാക്ട് ഒന്ന് കേൾക്കൂ. ഒന്ന്, ഗവൺമെന്റ് ഇതിന്റെ 1 രൂപ പോലും എടുക്കുന്നില്ല. പകരം ശബരിമലയെ വീഴുന്ന കാശ് കൊണ്ടാണ് 1248 ദേവസ്വം ബോർഡിന്റെ മറ്റമ്പലങ്ങളിൽ 90% അമ്പലങ്ങളും നിലനിൽക്കുന്നത്. അപ്പൊ ശബരിമല വരുന്ന ഈ കാശ് കൊണ്ടാണ് സാറേ എല്ലാ വർഷവും ഹൈക്കോടതി എല്ലാ ഞാൻ നിങ്ങൾക്ക് ഒരു 50 റൈറ്റ് ടു ഇൻഫർമേഷനിൽ ശബരിമല എടുത്ത പൈസയുടെ കാര്യം കാണിച്ചു തരട്ടെ. എന്റെ ഇരിപ്പുണ്ട് സാറേ. റൈറ്റ് ടു ഇൻഫർമേഷൻ. കാശെടുത്ത് എന്ത് ചെയ്യാന്നാ കരുതുന്നത്? ശമ്പളം കേരളത്തിലെ ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളം. അതായത് ശബരിമലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് വെക്കാം 200 അങ്ങയിലെ നല്ല മനുഷ്യനെ ഇതേപോലെ ഒരുപാട് കള്ളങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഏകദേശം വെറുതെ പറയുന്ന അങ്ങേ പറ്റിക്കുന്നതാ. താങ്കളുടെ താങ്കൾക്കും അറിയാം, താങ്കളുടെ അങ്ങനെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് എനിക്കും അറിയാം, താങ്കൾക്കും അറിയാം. കാര്യം ഇത് നിയമസഭയിലെ ഇപ്പൊ എടുത്താൽ താങ്കൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ രാത്രി കാർ എടുത്തതെന്ന് താങ്കളോട് ക്ഷമ പറയും. വരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഫ്ലൈറ്റ് എടുത്ത് വരേണ്ടി അല്ലെങ്കിൽ വേണ്ട, ഫോണിലൂടെ ക്ഷമ പറഞ്ഞ് ഞാനത് വീഡിയോ ആയി ചെയ്യുമ്പോൾ ഇദ്ദേഹം ഫോണിലൂടെ ഞാൻ ഒരു കാര്യം കൂടെ, ഒരു സെക്കൻഡ് കൂടെ. അതായത് താങ്കൾ ഈ പറഞ്ഞതിൽ, അതായത് 1 രൂപയെങ്കിലും, 1 രൂപ 2 1 രൂപയെങ്കിലും ഗവൺമെന്റ് എടുക്കുന്നു എന്നൊരു കാര്യമുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് പബ്ലിക്കലി, അതായത് ഫോണിലൂടെ അപ്പോളജൈസ് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് താങ്കളോട് പരസ്യമായി അപ്പോളജൈസ് ചെയ്യുന്നു. ഞാൻ എടുത്ത ഈ സാധനം തന്നെ പബ്ലിക്കലി വന്ന് കാണിച്ചിട്ടുണ്ട് ആൾക്കാർ. ശരി, താങ്കൾ എനിക്ക് അയച്ചു. നിങ്ങളുടെ കൂടെ സംവാദിക്കുന്ന TG മോഹൻദാസ് ഒരു പ്രാവശ്യം എടുത്ത് കാണിക്കും. കള്ളം പറയുവാ സാറേ, കള്ളം പറയുവാ TG. എനിക്ക് ഞാൻ ആരെയും കുറ്റം പറയാത്ത TG മോഹൻദാസ് അടക്കം ഈ തീവ്ര ഹിന്ദുത്വവാദം ഉന്നയിക്കാൻ വേണ്ടി കള്ളം പറയുക സാറേ. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കള്ളം പറയുക. ഞാൻ ടോട്ടലി എംപത്തൈസ് ആൻഡ് റെസ്പെക്ട് യുവർ പൊസിഷൻ. പക്ഷെ നിങ്ങളെ പോലുള്ള നല്ല മനുഷ്യരെയും പാവപ്പെട്ട ഹിന്ദുക്കളെയും കള്ളം പറഞ്ഞു പറ്റിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെ കേൾക്കുമ്പോ അങ്ങേക്ക് ആദ്യം എന്നോട് ദേഷ്യം തോന്നുമെന്ന് എനിക്കറിയാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ താങ്കൾ എന്നോട് ഒരു വരി കേൾക്കുക. ഇത്രയും തർക്കിക്കുന്ന ഞാൻ താങ്കളാണ് 90% ശ്രദ്ധിക്കൂ. താങ്കൾ ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ. നമ്മൾ സംസാരിച്ചതിലെ ഇത്രയും സംസാരിക്കുന്ന ഞാൻ ഇത്രയും കേട്ടോണ്ടിരുന്നതിന്റെ കാര്യം എന്താ അറിയാമോ? അങ്ങയുടെ മനസ്സിലെ നന്മയും ആത്മാർത്ഥതയും എനിക്ക് ആ വാക്കുകളിൽ ക്ലിയർ ആണ്. പക്ഷെ നിങ്ങളെ പോലുള്ള ഹിന്ദുക്കളെ വികാരം കൂട്ടാനും ആ വികാരം കൂട്ടി അവരുടെ രാഷ്ട്രീയത്തിന് ദുരുപയോഗം ചെയ്യാനും പറ്റിക്കുകയാണ്. വാവറുടെ കാര്യത്തിൽ പറ്റിക്കുകയാണ്, ഗവൺമെന്റ് കാശെടുക്കുന്ന കാര്യത്തിൽ പറ്റിക്കുകയാണ്, വെളുത്തയുടെ കാര്യത്തിൽ പറ്റിക്കുകയാണ്, നിങ്ങളെ പോലുള്ളവരെ പറ്റിക്കുകയാണ്, കള്ളം പറഞ്ഞു പറ്റിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ രാഹുൽജി. ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ്, 15 കൊല്ലം, ഒരു 20 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ ഒരു വലിയൊരു ഗുരുനാഥനെ ഈ മലയത്തിൽ വെച്ച് കണ്ടത് പിന്നെയാണ് ഞാൻ രാഹുൽജിയുടെ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അദ്ദേഹം മഹാനാണ്, അദ്ദേഹം മഹാനായിരിക്കും, എനിക്ക് ആരാന്നറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മനസ്സാണല്ലോ ആളെ അങ്ങേക്ക് അറിയാം. അതായത് നമ്മുടെ പാവക്കുളം അമ്പലം അറിയാമോ? എനിക്കറിയാം. പിന്നെ എറണാകുളം പാവക്കുളം അമ്പലത്തില് ഈ റീസെന്റ് ആയിട്ട് ഒരു അഘോരി അകത്ത് കയറി, നടക്കകത്ത്. അറിഞ്ഞായിരുന്നു? അറിഞ്ഞില്ല, ക്ഷമിക്കണം, അറിഞ്ഞില്ല. അത് ഭയങ്കര ഇഷ്യൂ ആയി. അകത്ത് കയറാൻ പാടില്ല. ഇത് കയറി അകത്ത് കയറി ഒരു ആൾക്കും ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല. അവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ ഇരിപ്പുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. എന്നെ ആർക്കും അറിയാനും മേല. ഞാനും ആ ഗുരുജി കൂടെ കുറെ നേരം അത് കഴിഞ്ഞിട്ട് രാത്രി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെ അകത്ത് കയറി, എനിക്കും പേടിയായി. 1 പ്രശ്നം ആവേണ്ടതല്ലേ?
പക്ഷെ ആ കിടുങ്ങി ഞെട്ടിപ്പോയി ആൾക്കാർ. ഒരു ആശ്ചര്യം പറയാതെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും ആ കണ്ടു കഴിഞ്ഞ ശിവൻ, ഒന്നാമത് ആവക്കുളം അമ്പലം എന്ന് പറയുന്നത് ശിവന്റെ അമ്പലമാണ്. ശിവൻ ഇറങ്ങി വരുന്നതാണ് തോന്നിയത്. ഈ ആളുടെ ഒക്കെ കൂടി ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ പല കാര്യങ്ങളും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം, അതിന് മോനുണ്ട്, അതുകൊണ്ടാ. അതായത് നമ്മൾ രണ്ടിലും ആരെങ്കിലും ഒരാൾ പറയുന്നതായിരിക്കുമല്ലോ സത്യം. കാര്യം ഡോക്യുമെന്റ് വെച്ച് അല്ല, ഞാൻ ഞാൻ ഒന്നുകൂടെ മാറ്റി പറഞ്ഞു ഒരു സെന്റ്. ഞാനോ ടി ജി മോഹൻദാസ് ജിയോ ഈ വിഷയത്തിൽ ആരോ ഒരാൾ പറയുന്നതായിരിക്കുമല്ലോ ശരി, അല്ലെങ്കിൽ സത്യം. നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് 1 രൂപ 50 പൈസയല്ല, 1 രൂപ, അതായത് 100 പൈസ ഗവൺമെന്റ് എടുക്കുന്നില്ല. പകരം നമ്മുടെ ദേവസ്വം ബോർഡ് അത് അമ്പലങ്ങൾക്ക് വേണ്ടി തന്നെ ചെലവഴിക്കുകയാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഉദാഹരണം കൂടി പറയുമ്പോൾ അങ്ങ് കൺവിൻസ്. ഏത് ദേവസ്വം ബോർഡിന് അമ്പലത്തിലാ പൈസ കൊടുക്കേണ്ടത്? എല്ലാ 1248 അമ്പലങ്ങൾ നിലനിൽക്കുന്നത്. അതില് സ്വയം പര്യാപ്തമായ ഏകദേശം 50-100 അമ്പലങ്ങളേ ഉള്ളൂ. ബാക്കി 1100 അമ്പലങ്ങളിൽ അതിന്റെ അപ്കീപ്പും എല്ലാം ശബരിമലയുടെ ഫണ്ടിൽ നിന്നാണ്. ഏകദേശം 200 മുതൽ 400 കോടി വരെയുള്ള റേഞ്ചിലാണ് പലപ്പോഴും ശബരിമലയിൽ ഒരു വർഷം നടവരവും അരവണ വരവും എല്ലാം കൂടെ ഉള്ളത്. ഇതിൽ നിന്ന് 1 രൂപ പോലും ഗവൺമെന്റ് എടുക്കുന്നില്ല. നമുക്ക് അതിൽ നിർത്താം. എന്നിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുക, രാഹുൽ ഈശ്വർ പറഞ്ഞ ശരിയാണെന്ന് വിശ്വസിക്കണ്ട. പകരം അങ്ങേക്ക് ആ റൈറ്റ് ടു ഇൻഫർമേഷനിലെ ഡോക്യുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഡോക്യുമെന്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ വളരെ സന്തോഷം ഫോണിൽ ഇത്ര നേരം സംസാരിച്ചതിൽ. വളരെ സന്തോഷം. നമുക്ക് ഞാൻ അയച്ചു തരും. അങ്ങ് അപ്പോഴത്തേക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ഡോക്യുമെന്റ് എനിക്കും അയച്ചു തരിക. ഓക്കെ, വളരെ സന്തോഷം. ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരുന്നു വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും സിൻസിയറായ സ്വരം താങ്കളുടെയാണ്. അങ്ങയുടെ നിലപാടുകളോട് വിയോജിപ്പുണ്ട് കേട്ടോ, പക്ഷെ ആത്മാർത്ഥതയിൽ എനിക്ക് ഒരു ഇഞ്ച് വിയോജിപ്പില്ല.